السلام عليكم. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والمؤمنون والمؤمنات بعضهم أولياء بعض يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വന്യരായ പണ്ഡിതന്മാരെ, മാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ആരംഭിച്ച വഅദിന്റെ സമാപനം കുറിക്കുന്ന ദിവസമാണ് ഇന്ന്. അല്ലാഹു നമ്മുടെ എല്ലാ ചലനങ്ങളും സർവപ്രവൃത്തികളും അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇതിനു മുമ്പ് പറഞ്ഞു വെച്ച വിഷയത്തിന്റെ ബാക്കി വിഷയങ്ങളിലേക്ക് കടക്കുന്നു. അല്ലെങ്കിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ ഉണ്ട്, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, യാ അബ്ദി ഇസ്തത്അംതുക ഫലം തുത്ഇംനി, എന്റെ അടിമയായ മനുഷ്യ, നിന്നോട് ഞാൻ ഭക്ഷണം ചോദിച്ചിട്ട് നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ. അതുപോലെ ഞാൻ നിന്നോട് വസ്ത്രം ചോദിച്ചിട്ട് നീ വസ്ത്രം തന്നില്ലല്ലോ. മരിത്തു ഫലം തഉദിനി, ഞാൻ രോഗിയായിട്ട് നീ എന്നെ കാണാൻ വന്നില്ലല്ലോ. ഇങ്ങനെ അല്ലാഹു തആല ചോദിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടെന്ന് ഹദീസിലുണ്ട്. അപ്പോൾ മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കും, അല്ലാഹുവേ, നിനക്ക് രോഗമുണ്ടാവുകയില്ലല്ലോ, നിനക്ക് വസ്ത്രമില്ലാത്ത അവസ്ഥകൾ ഉണ്ടാകുന്ന സൃഷ്ടിയല്ലല്ലോ, നീ ഭക്ഷണം ആവശ്യപ്പെടുകയില്ലല്ലോ, നീ ഭക്ഷണം ആവശ്യമുള്ളവനല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അല്ലാഹുവിന്റെ മറുപടി, എന്റെ അടിമ നിന്നോട് വസ്ത്രമില്ലാഞ്ഞിട്ട് ചോദിച്ചു, നീ വസ്ത്രം കൊടുത്തില്ല. നീ എന്റെ അടിമ ഭക്ഷണം ചോദിച്ചപ്പോൾ ആ അടിമക്ക് ഭക്ഷണം കൊടുത്തില്ല. നീ എന്റെ അടിമ രോഗിയായപ്പോൾ ചെന്നു നോക്കിയില്ല. ഇത് നീ അവിടെ എന്റെ അടിമയുടെ സമീപത്ത്
നീ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതായി ഉണ്ടെങ്കിൽ നിനക്കവിടെ എന്നെ കാണാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ സംതൃപ്തി നിനക്ക് ലഭിക്കുമായിരുന്നു എന്ന് അള്ളാഹു മറുപടി പറയും. അള്ളാഹു അവന്റെ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നു, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. അള്ളാഹു അവന്റെ ഖുർആനിൽ സൂറത്തു തൗബയിൽ മുഅ്മിനീങ്ങളുടെ ലക്ഷണവും മുനാഫിക്കുകളുടെ ലക്ഷണവും പറഞ്ഞു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ് മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഒരു സൂറത്ത് ഖുർആനിൽ ഉണ്ട്. സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറഞ്ഞ് ഈമാൻ ഇല്ലാതെ, മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസമില്ലാതെ നിസ്കരിക്കുകയും പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്ന സൂറത്ത് വേറെയും ഖുർആനിൽ ഉണ്ട്. ഇന്ന് രാവിലെ ഇവിടെ ദർസ് നടത്തുന്ന സമയത്ത് മുതഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുത്തൊരു ഹദീസ് അത് പറഞ്ഞപ്പോൾ എന്റെ ഓർമ്മയിൽ വരികയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബികളും ശത്രുക്കളെ നേരിടുകയും മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും നാമാവശേഷമാക്കാൻ വേണ്ടി വന്ന ആളുകളെ നേരിടേണ്ടി വന്നപ്പോൾ അതിന് സന്നദ്ധരാവുകയും ചെയ്ത് നടത്തിയ പല പരിപാടികളും. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പുറപ്പെട്ട ഒരു സമയം മദീനയിൽ നിന്ന് അങ്ങനെ ഹുദൈബിയ കരാറിൽ എത്തിച്ചേർന്ന ആ യാത്രാമധ്യേ ഒരു വലിയ ഒരു പർവ്വതം കയറി ഇറങ്ങേണ്ട സമയം വന്നു. ആ പർവ്വതം കയറണമെങ്കിൽ വളരെ പ്രയാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് ചോദിച്ചു, ആരാണ് ഈ പർവ്വതം കയറാൻ മുന്നിലുണ്ടാവുക? അവർക്ക് അല്ലാഹു തആല ദോഷം പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ അൻസാരികളിൽ നിന്നുള്ള ഒരാൾ അതിന് തയ്യാറായി. അതിന്റെ പിന്നാലെ എല്ലാവരും അവരവരുടെ കുതിരകളെയും വാഹനങ്ങളെയും ഓടിച്ച് ആ പർവ്വതം കയറി ഇറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാവരുടെ ദോഷവും പുറത്തുപോയി. അങ്ങാവുള്ള ചുവന്ന ഒട്ടകക്കാരന്റെ ദോഷം ഒഴിച്ച് ബാക്കി എല്ലാവരുടെ ദോഷവും പുറത്തുപോയി എന്ന് പറഞ്ഞു. ദൂരെ ഒരു ചുവന്ന ഒട്ടകക്കാരന്റെ ചൂണ്ടി കാണിച്ചിട്ട് പറഞ്ഞു, സാഹിബുൽ ജമലിൽ അഹ്മർ, ആ ചുവന്ന ഒട്ടകക്കാരന്റെ ദോഷം പുറത്തിട്ടില്ല, ബാക്കി എല്ലാവരുടെ ദോഷവും പുറത്തുപോയി എന്ന് പറഞ്ഞു. നോക്കുമ്പോ ആള് ആരാണ്? ഈ ചുവന്ന ഒട്ടകക്കാരൻ എന്ന് പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന അന്നത്തെ കപട വിശ്വാസികളുടെ നേതാവായ മനുഷ്യനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ യുദ്ധത്തിന് പോകുമ്പോൾ മൂപ്പരുണ്ട് വലിയ പ്രവർത്തകനായിട്ട്. അതുപോലെ പള്ളിയിലുണ്ടാവും, പ്രവർത്തനത്തിലൊക്കെ ഉണ്ടാവും കൂട്ടത്തിൽ, പക്ഷെ ഉള്ളിൽ വിശ്വാസമില്ല. ആ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ സംബന്ധിച്ചാണ് അവന്റെ ദോഷം വെച്ച് ബാക്കി എല്ലാവരുടെ ദോഷവും പുറത്തുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബികൾ അവന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നീ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോകണം. ഇദ്ഹബ് ഇലാ റസൂലില്ലാഹി യസ്തഗ്ഫിർ ലക. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയി നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിന്റെ ദോഷം പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യാൻ, നിന്റെ ദോഷം അള്ളാഹ് പുറത്തു തരാൻ വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നീ സങ്കടം പറയണം, എന്റെ ദോഷം പുറത്തു തരാൻ വേണ്ടി തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം നബിയെ എന്ന് നബിയോട് പറയണമെന്ന് സഹാബികൾ അദ്ദേഹത്തോട് പോയി ആവശ്യപ്പെട്ടു. അപ്പോൾ അവന്റെ മറുപടി എന്റെ കാണാതായി പോയ ഒട്ടകം കിട്ടുന്നത് നിങ്ങളെ പുള്ളിക്കാരനെ കണ്ട് കാര്യം പറയുന്നതിനേക്കാൾ നല്ലതാണ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ സാഹിബുക്കും അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരൻ അർത്ഥം വെച്ചത്, നിങ്ങളുടെ പുള്ളിക്കാരനെ കണ്ട് വിഷയം പറയുന്നതിനേക്കാൾ നല്ലത് എന്റെ ഒട്ടകം തരയുന്നതാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷം പുറത്തു തരാൻ വേണ്ടി നബിയെ തങ്ങളൊന്ന് എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് പറയണം എന്ന് പറയാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല. അദ്ദേഹം കപടവിശ്വാസികളുടെ നേതാവായി അറിയപ്പെടുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ആയിരുന്നു എന്ന് ഇന്ന് രാവിലെ ഞാൻ മിസ്കാത്തിൽ മുതഅല്ലിമീങ്ങൾക്ക് ഹദീസ് ഓതി കൊടുത്തത് മുനാഫിഖുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എന്റെ ഓർമ്മയിൽ വരികയാണ്. ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതലേ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നാവ് കൊണ്ട് പറയുന്നവരുടെ കൂട്ടത്തിൽ രണ്ട് തരക്കാറുണ്ട്. ഒന്ന് മനസ്സിന്റെ ഉള്ളിൽ അടിത്തട്ടിൽ വിശ്വസിച്ചുകൊണ്ട് പറയുന്നവർ, മറ്റൊന്ന് വിശ്വാസമില്ലാതെ കൂട്ടത്തിൽ കൂടി നടക്കുന്നവർ.
ഇങ്ങനെ രണ്ട് കക്ഷികൾ ഉണ്ട്. അതാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞൊരു സൂറത്തും സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറഞ്ഞൊരു സൂറത്തും നമ്മൾ കാണുന്നത്. ഒന്ന് കപടവിശ്വാസികളുടെ ലക്ഷണങ്ങൾ പറയുന്ന സൂറത്താണ്, മറ്റൊന്ന് മുഅ്മിനീങ്ങളുടെ ലക്ഷണങ്ങൾ പറയുന്ന സൂറത്താണ്. മുഅ്മിനീങ്ങളുടെ ലക്ഷണങ്ങൾ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മുനാഫിക്കുകളുടെ ലക്ഷണങ്ങളും കപടവിശ്വാസികളുടെ ലക്ഷണങ്ങളും ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. നാം മുഅ്മിനീങ്ങളുടെ ലക്ഷണങ്ങൾ ജീവിതത്തിൽ ഉള്ളവരും മുഅ്മിനീങ്ങളായി ജീവിച്ച് മരിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാകണം. അതുകൊണ്ട് ഞാൻ സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് പറഞ്ഞ ലക്ഷണത്തിന്റെ ഒന്നാമത്തെ ഭാഗമായിരുന്നു ഞാൻ ആദ്യത്തെ ദിവസം സംസാരിച്ചിരുന്നത്. ഇനി അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ളുഹും ഔലിയാഉ ബഅ്ള് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വയുഖീമൂന الصلاة വയുതൂന الزكاة വയുതീഊന അല്ലാഹ വറസൂലഹു ഉലൈക സയർഹമുഹുമുല്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഈ സൂറത്ത് തൗബയിൽ 67-ാമത്തെ ആയത്തിൽ മുനാഫിക്കുകളുടെ ലക്ഷണവും 71-ാമത്തെ ആയത്തിൽ മുഅ്മിനീങ്ങളുടെ ലക്ഷണവുമാണ് പറഞ്ഞിട്ടുള്ളത്. 68-ാമത്തെ ആയത്തിൽ മുനാഫിക്കുകൾക്ക് കപടവിശ്വാസികൾക്ക് അല്ലാഹു തആല നൽകുന്ന ശിക്ഷയും 72-ാമത്തെ ആയത്തിൽ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലവുമാണ് പരാമർശിച്ചിട്ടുള്ളത്. എന്താണ് മുഅ്മിനീങ്ങളുടെ ലക്ഷണം പറഞ്ഞത്? ആ ലക്ഷണം നമുക്കുണ്ടോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഇല്ലെങ്കിൽ അതുണ്ടാകാനാണ് പരിശ്രമിക്കേണ്ടത്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബഅ്ളുഹും ഔലിയാഉ ബഅ്ള്. സത്യവിശ്വാസികളായ ആളുകൾ അവർ പരസ്പരം സഹായികളും സഹകാരികളുമാണ്. പരസ്പരം സഹായികളും സഹകാരികളുമാണ്. ഞാൻ ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശദമായി അതിലേക്ക് ഇനിയും കടന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ശേഷം അല്ലാഹു പറയുന്നു, യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. സത്യവിശ്വാസികളുടെ ലക്ഷണം യഅ്മുറൂന ബിൽ മഅറൂഫി, ഇസ്ലാമിൽ അറിയപ്പെട്ട കാര്യങ്ങൾ, നല്ലതായ വിഷയങ്ങൾ അത് ചെയ്യണമെന്നവർ കൽപ്പിക്കുന്നവരാണ്. വയൻഹൗന അനിൽ മുൻകരി, നിഷിദ്ധമായ വിഷയങ്ങൾ വിരോധിക്കുന്നവരാണ്. എന്തെല്ലാം നന്മകളുണ്ടോ അത് കൽപ്പിക്കുന്നവരാകണം, എന്തെല്ലാം നിഷിദ്ധങ്ങളുണ്ടോ അത് വിരോധിക്കുന്നവരുമാകണം. അതാണ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. ഇത് പറയുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു എളുപ്പമുള്ള കാര്യമാണ്. നല്ല കാര്യം മനുഷ്യന്മാരോട് പറയുന്നതിന് എന്താണ്, മോശമായ കാര്യം വിരോധിക്കുന്നതിന് എന്താണെന്ന് നമുക്ക് തോന്നും. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് 2 തരം മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം നല്ലത് നടപ്പാകുന്നതും നല്ലത് നിലനിൽക്കുന്നതും നല്ലതുണ്ടാകുന്നതും താല്പര്യമുള്ളവരാണ്. അതേ സമയത്ത് എപ്പോഴും നന്മയുടെ ശത്രുക്കളായി തിന്മയുടെ വക്താക്കളായി അങ്ങനെയും ചില ആളുകൾ ഈ ഭൂമിലോകത്ത് ഉണ്ട്. ഈ തിന്മയുടെ വക്താക്കൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ അലർജിയാണ്. അവരാ പറഞ്ഞവനെ ദ്രോഹിക്കാൻ എന്തുണ്ട് വഴി, ആ പറഞ്ഞവന് കുറ്റം കണ്ടുപിടിക്കാൻ എന്തുണ്ട് വഴി, അവനെ നിസ്സാരപ്പെടുത്താൻ എന്തുണ്ട് വഴി എന്ന് ചിന്തിക്കുന്ന സ്വഭാവം ഈ തിന്മയുടെ വക്താക്കളും നന്മയുടെ ശത്രുക്കളുമായ ആളുകൾക്കുണ്ടാകും. ഇതുകൊണ്ടാണ് ഈ വിഷയം പറഞ്ഞ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാം, പരിശുദ്ധ ഖുർആനിൽ തന്നെ ബഹുമാനപ്പെട്ട ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു സ്വന്തം മകനോട് വസിയ്യത്തിലെ വസിയ്യത്തുകൾ സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പഠിപ്പിച്ചപ്പോൾ കാണാം നിങ്ങൾക്ക്. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ലുഖ്മാനുൽ ഹക്കീം നബിയാണോ വലിയാണോ
പണ്ഡിതന്മാർക്കിടയിൽ ഒരു വലിയ ചർച്ചയാണ്. വദുൽഖർനൈനി ലം യുറഫ് നബിയ്യ കദാ ലുഖ്മാനു ഫഅ്ദർ അൻ ജിദാലി എന്ന് ബദുല്ലമാനിൽ പറഞ്ഞിട്ടുണ്ട്. ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു ലോകമൊട്ടാകെ അടക്കി ഭരിച്ച വലിയ സ്ഥാനമാനമുള്ള ഒരു വലിയ മഹാനായിരുന്നു ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു. ആ ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു അതുപോലെ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പൂർവകാലത്ത് കഴിഞ്ഞുപോയ രണ്ട് മഹാന്മാരാണ്. അവരാ രണ്ടുപേരും നബിയായി അറിയപ്പെട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. നബി അല്ല എന്നുറപ്പിച്ച് പറയണ്ട, നബിയാണെന്ന് വിധിക്കുകയും വേണ്ട. രണ്ടുമല്ലാതെ നീ പറയാൻ പറ്റുന്ന വാചകം ലം യുറഫ് നബിയ, നബിയായി അറിയപ്പെട്ടിട്ടില്ല. അഥവാ അദ്ദേഹം നബിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നുബുവത്ത് നിഷേധിച്ച തകരാറ് നമ്മുടെ വിശ്വാസത്തിന് സംഭവിക്കരുത്. അദ്ദേഹം നബി അല്ലെങ്കിൽ അദ്ദേഹം നബിയാണ് എന്ന് നമ്മൾ ഇല്ലാത്ത സ്ഥാനം കൊടുത്തതിന്റെ പേരിലും നമ്മൾ അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടരുത്. ഏത് വിഷയം പറയുമ്പോഴും ആ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷം അല്ലാതെ ഒരാളും ഒന്നും പറയരുത് എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. കാതും കണ്ണും മനസ്സും നാവും എല്ലാം അല്ലാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇതുകൊണ്ടാണ് ബദുഉല്ലമാനിൽ പറയുമ്പോ ലുഖ്മാനുൽ ഹകീം നബി അല്ല എന്ന് പറഞ്ഞില്ല, ദുൽഖർനൈനിയും നബി അല്ല എന്ന് പറഞ്ഞില്ല, മറിച്ച് നബിയായി അറിയപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഇരിക്കട്ടെ, നബിയായി അറിയപ്പെട്ടിട്ടില്ലെങ്കിലും നബിയാണെന്ന് വരെ അഭിപ്രായങ്ങൾ വന്ന വലിയ മഹാന്മാരാണ് രണ്ടുപേരും. ആ കൂട്ടത്തിൽ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂറത്തുൽ ലുഖ്മാൻ എന്ന പേരിൽ, ഈ വലിയിന്റെ പേരിൽ അല്ലാഹു തആല ഖുർആനിൽ അവതരിപ്പിച്ച സൂറത്ത്, അതാണ് സൂറത്തുൽ ലുഖ്മാൻ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയാ എന്ന് പറഞ്ഞിട്ട് അംബിയാക്കളുടെ പേരിൽ പ്രത്യേകം സൂറത്തുണ്ട്. നബിമാരിൽ നിന്ന് ഇബ്രാഹിം നബിയുടെ പേരിൽ പ്രത്യേകം സൂറത്തുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പ്രത്യേകം സൂറത്തുണ്ട്. അതുപോലെ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ പേരിൽ പ്രത്യേകം സൂറത്തുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ പല നബിമാരുടെയും പേരിൽ സൂറത്തുകളുണ്ട്. അമ്പിയാക്കളെ സംബന്ധിച്ച് മൊത്തത്തിലും സൂറത്തുണ്ട്. ഇതുപോലെ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണാം അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ നിന്ന് ലുഖ്മാനുൽ ഹകീമിന്റെ പേരിൽ പ്രത്യേകം സൂറത്തുണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ പ്രത്യേകം സൂറത്തുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച സൂറത്തുൽ ലുഖ്മാനിൽ വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ലുഖ്മാനുൽ ഹകീം തങ്ങൾ മകനോട് പറഞ്ഞ വഅദ് ഖുർആനിൽ എടുത്തുദ്ധരിക്കുന്നു. ആ വഅദിന്റെ കൂട്ടത്തിൽ ഒന്നാമതായി പറഞ്ഞ വഅദ്, ഓ മോനെ, കുഞ്ഞു മോനെ, നീ അല്ലാഹുവിന് മറ്റൊരാളെയും പങ്കു ചേർക്കരുത് കേട്ടോ. അല്ലാഹുവിന് തുല്യനായി ഒരു വിഷയത്തിലും ഒരാളും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഒരു വിഷയത്തിലും കൂറുള്ള ഒരാളും ഇല്ല. ഏതെല്ലാം സൃഷ്ടികൾക്ക് എന്തെല്ലാം അധികാരങ്ങളുണ്ടോ, ഏതെല്ലാം സൃഷ്ടികൾക്ക് എന്തെല്ലാം കഴിവുകളുണ്ടോ, ഏതെല്ലാം സൃഷ്ടികൾക്ക് എന്തെല്ലാം ഉണ്ടോ, അത് മുഴുവനും അല്ലാഹു കൊടുക്കുന്നത് മാത്രമാണ്. അല്ലാഹുവിന്റെ അധികാരത്തിലോ അല്ലാഹുവിന്റെ സ്ഥാനത്തിലോ അല്ലാഹുവിന്റെ അറിവിലോ അല്ലാഹുവിന്റെ കഴിവിലോ അല്ലാഹുവിന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സൃഷ്ടിക്കും ഒരു കൂറും ഇല്ല. അല്ലാഹുവിന് മാത്രമുള്ള സവിശേഷതകൾ, ആ സവിശേഷതകൾ മറ്റൊരാളും കൂറില്ല. അതിൽപ്പെട്ട ഒന്നാണ് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരാളിലേക്ക് ആവശ്യം ഇല്ലാത്തവനാണ്. അവരിലേക്ക് എല്ലാവരും ആവശ്യം ഉള്ളവരാണ്. അല്ലാഹു എന്തുകൊണ്ടും ഏകനാണ്. അല്ലാഹുവിന് തുല്യനായി ഒരു വിഷയത്തിലും ഒരാളും ഇല്ല. ഇതുപോലെ അല്ലാഹു ജല്ല ജലാലുഹു മറ്റുള്ളവരെ പോലെയല്ല. അല്ലാഹു ഖദീമായ അറിവുള്ളവനാണ്. അല്ലാഹുവിന്റെ അറിവിന് തുടക്കമില്ലാത്ത നിലക്കുള്ള അറിവാണ്. നേരെ മറിച്ച് പിന്നീട് വരുന്ന കാര്യങ്ങളും
ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളും മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും ലൗഹുൽ മഹ്ഫൂസിൽ എഴുതി വെച്ച കാര്യങ്ങളുമൊക്കെ അമ്പിയാക്കൾക്ക് അറിയാൻ സാധിക്കാറുണ്ട്, ഔലിയാക്കൾക്ക് അറിയാൻ സാധിക്കാറുണ്ട്. ആ അറിവുകളൊന്നും അള്ളാഹുവിന്റെ അറിവ് പോലെയല്ല. അള്ളാഹുവിന്റെ അറിവ് തുടക്കമില്ലാത്ത അറിവാണ്. അമ്പിയാക്കളുടെ അറിവ് ഹാദിസായ അറിവാണ്, പിന്നീടുണ്ടായ അറിവാണ്, നേരത്തെ ഉള്ള അറിവല്ല. അല്ലാഹു തആല മനസ്സിലുള്ളത് അറിയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മനസ്സിലുള്ളത് അറിയുന്നു എന്ന് പറഞ്ഞാൽ നബിയെ അല്ലാഹുവിനെ പോലെ ആക്കലായി പോവുകയില്ല എന്ന് തെറ്റിദ്ധരിച്ചു പോയ ചില ആളുകളുണ്ട്. ആ ധാരണ തെറ്റാണ്. അല്ലാഹുവിന്റെ അറിവ് തുടക്കമില്ലാത്ത അറിവാണ്, മറ്റൊരാൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള അറിവല്ല. നേരത്തെ ഒരു അറിവില്ലായ്മ എന്നത് അല്ലാഹുവിന് മുൻകടന്നിട്ടില്ല. അല്ലാഹു തആല ഉള്ളതിന് തുടക്കമില്ലാത്തതുപോലെ അവന്റെ അറിവിനും തുടക്കം ഇല്ല. അതേസമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളുടെ മനസ്സിലുള്ള കാര്യം അറിയുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് തന്നെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. റസൂലുള്ള ഖദീമല്ല, ഹാരിസാണ്. മുഹമ്മദ് നബി അല്ലാഹ് ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയുടെ അറിവും അല്ലാഹ് ഉണ്ടാക്കിയിട്ടുണ്ടായ അറിവാണ്, അല്ലാഹ് കൊടുത്തിട്ട് കിട്ടിയ അറിവാണ്. അല്ലാഹുവിന്റെ അറിവ് പോലെയല്ല. മലക്കുകളുടെ അറിവും അല്ലാഹുവിന്റെ അറിവും തുല്യമല്ല. മലക്കുകളുടെ അറിവ് അവർക്ക് അല്ലാഹ് കൊടുത്തിട്ടുള്ള അറിവാണ്. നേരെ മറിച്ച് അല്ലാഹുവിന്റെ അറിവ് മറ്റൊരാൾ കൊടുത്തിട്ട് കിട്ടിയതല്ല, തുടക്കമില്ലാത്ത നിലക്കുള്ള അറിവാണ്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ. നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ളത് കുപ്പിയിലുള്ള വസ്തു കാണുന്നത് പോലെ ഞാൻ കാണുമെന്ന് പറഞ്ഞത് മുഹീദ്ദീൻ മാലയിലുണ്ട്. സഹോദരന്മാരെ, അപ്പൊ അള്ളാഹിനെ പോലെയായി പോവുകയില്ലേ എന്ന തെറ്റിദ്ധാരണക്ക് അവകാശമില്ല. അല്ലാഹു തആല ഒരു മനുഷ്യന്റെ മനസ്സിലുള്ളതും മനസ്സിലുണ്ടാകുന്നതുമൊക്കെ ആ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ്, മുഹീദ്ദീൻ ശൈഖ് ജനിക്കുന്നതിന് മുമ്പ്, ആദം നബി തന്നെ ഉണ്ടാകുന്നതിന് മുമ്പ്, മലക്കുകൾ ഉണ്ടാകുന്നതിന് മുമ്പ്, സൂര്യനും ചന്ദ്രനും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലാഹുവിനറിയാം ഇന്നാളുകളൊക്കെ ജനിക്കും, ഇന്നാളുകളുടെ മനസ്സിൽ ഇന്നതൊക്കെ ഉണ്ടാകും. അതെല്ലാം അല്ലാഹുവിന് തുടക്കമില്ലാത്ത നിലക്ക് അറിയാം. മുഹീദ്ദീൻ ശൈഖിന്റെ അറിവ് അങ്ങനെയല്ല. മുഹീദ്ദീൻ ശൈഖ് ജനിച്ചുണ്ടായതിനു ശേഷം അല്ലാഹു തആല കൊടുക്കുന്ന അറിവാണ്, അല്ലാഹ് പഠിച്ചതിന് ശേഷം അല്ലാഹ് കൊടുക്കുന്ന അറിവാണ്. അപ്പൊ അമ്പിയാക്കളുടെ അറിവ്, ഔലിയാക്കളുടെ അറിവ്, മലക്കുകളുടെ അറിവ് അത് നമ്മുടെ അറിവ് പോലെ അല്ലെങ്കിലും അവരെ അറിവും പുതുതായി ഉണ്ടാകുന്ന അറിവാണ്. അത് തുടക്കമില്ലാത്ത നിലക്കുള്ള അറിവല്ല. അല്ലാഹുവിന്റെ അറിവ് അല്ലാഹ് തുടക്കമില്ലാത്തവനായതുപോലെ അവന്റെ അറിവും തുടക്കമില്ലാത്ത അറിവാണ്. അല്ലാഹുവിന്റെ ശക്തി തുടക്കമില്ലാത്ത ശക്തിയാണ്. അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മറ്റും ശക്തി അല്ലാഹു തആല അവരെ പടച്ചിട്ട് അല്ലാഹ് കൊടുത്തിട്ടുള്ള ശക്തിയാണ്, അല്ലാഹ് കൊടുക്കുന്ന ശക്തിയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ച പോലെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ടെന്ന് വിശ്വസിക്കലോ, അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തുണ്ടെന്ന് വിശ്വസിക്കലോ, അവർക്ക് മനസ്സിലുള്ളത് അല്ലാഹ് കൊടുക്കുന്ന കഴിവ് കൊണ്ട് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതോ, അല്ലെങ്കിൽ ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നതോ അല്ല. ശിർക്ക് എന്ന് പറയുന്നത് അല്ലാഹുവിന് വല്ല വിഷയത്തിലും വല്ല വ്യക്തിയും വല്ല സൃഷ്ടിയും തുല്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഇത് ശരിക്കെന്റെ മാന്യ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഇതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ ഒരു പ്രത്യേകതയാണ് ആരാധനക്കർഹനാവുക എന്നത്. ആരാധനക്കർഹത എന്നത് അല്ലാഹുവിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹയല്ലാത്ത വേറെ ഒരാൾക്കും ആരാധനക്കർഹതയില്ല. അല്ലാഹയല്ലാത്ത ഒരാൾക്ക് ആരാധനക്കർഹതയുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അതൊരു ശിർക്കാണ്. കാരണം അല്ലാഹുവിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ് ആരാധനക്കർഹനാവുക എന്നത്. അത് മറ്റൊരാൾക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. ഇതുപോലെ തുടക്കമില്ലാതെ ഉള്ളവനാവുക, ഖദീമാവുക, തുടക്കമില്ലാതെ ഉള്ളവനാവുക. ഞാൻ ഉണ്ടായതിന് തുടക്കമുണ്ട്, ഭൂമി ഉണ്ടായതിന് തുടക്കമുണ്ട്, ആകാശമുണ്ടായതിന് തുടക്കമുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ടായതിന് തുടക്കമുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉണ്ടായതിന് തുടക്കമുണ്ട്. ഏത് സൃഷ്ടികൾ നോക്കിയാലും അതൊക്കെ ഉണ്ടായതിന് തുടക്കമുണ്ട്. അല്ലാഹു തആല ഉള്ളവനാണ്, അതിന് തുടക്കം ഇല്ല. തുടക്കമില്ലാതെ ഉള്ളവനാണ് അല്ലാഹു തആല. ഇനി തുടക്കമില്ലാതെ ഉള്ള മറ്റൊരാളുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്, അല്ലാഹുവിൽ ശിർക്കാണ്.
ഇതുപോലെ അള്ളാഹുവിന്റെ അറിവ് ഞാൻ പറഞ്ഞല്ലോ സ്വന്തമായി തുടക്കമില്ലാതെയുള്ള അറിവാണ്. അതുപോലെ തുടക്കമില്ലാത്ത നിലക്ക് ഒരു ഖദീമായ അറിവ് റസൂലുള്ളാഹിക്കുണ്ടെന്ന് വിശ്വസിച്ചാലും, മലക്കിനുണ്ടെന്ന് വിശ്വസിച്ചാലും, നബിക്കുണ്ടെന്ന് വിശ്വസിച്ചാലും, വലിയനുണ്ടെന്ന് വിശ്വസിച്ചാലും, സാധാരണക്കാർക്കുണ്ടെന്ന് വിശ്വസിച്ചാലും, അസാധാരണക്കാർക്കുണ്ടെന്ന് വിശ്വസിച്ചാലും അത് ശിർക്കാണ്. കാരണം അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട ഒരു സവിശേഷത അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. അള്ളാഹുവിന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തുല്യത അള്ളാഹുവിന് മറ്റൊരാൾക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. നേരെ മറിച്ച് അള്ളാഹുവിന് ഒരു വിഷയത്തിലും ഒരു തുല്യനും ഇല്ല. ഇതല്ലേ നമ്മൾ പറയുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ ഇല്ല, അല്ലാഹുവല്ലാതെ ഒരാളും ആരാധനക്കർഹൻ ഇല്ല. വഹ്ദഹു, അല്ലാഹു തആല എല്ലാ നിലക്കും ഏകനാണ്. ലാ ശരീക ലഹു, ഒരു വിഷയത്തിലും അല്ലാഹുവിന് തുല്യനില്ല, അല്ലാഹുവിന് കൂറുകാരില്ല. അല്ലാഹുവിന്റെ ഒരു കാര്യത്തിലും അല്ലാഹുവിനോട് ആരും കൂറാകുന്നില്ല. അള്ളാഹുവിന്റെ അറിവ് വേറെ തന്നെ അറിവാണ്. സൃഷ്ടികളെ അറിവ് പോലെയല്ല. സൃഷ്ടികളെ അറിവ് അള്ളാഹ് കൊടുത്തിട്ട് കിട്ടുന്ന അറിവാണ്. അള്ളാഹുവിന്റെ അറിവ് അങ്ങനെയല്ല. ഓ നബിയെ, അങ്ങേക്കില്ലാത്ത അറിവ് അല്ലാഹു തആല നിങ്ങൾക്ക് തന്നു എന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല ഇല്ലാത്ത അറിവ് കൊടുത്തു. നമുക്ക് തരാത്ത എത്രയോ അറിവുകൾ കൊടുത്തു. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, ഓരോ വ്യക്തികളെ സംബന്ധിച്ചും അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് നോക്കി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സാധിക്കുന്നു. ഒരുപാട് ഹദീസുകൾ സഹീഹുൽ ബുഖാരിയിലില്ലേ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ റസൂലുള്ളാഹി വന്നു എന്നുള്ള നിലക്ക് ആ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഒരാളെ കാണുന്നില്ല. അപ്പോൾ എന്താണ് കാണാത്തത്? മാലിക് ഇബ്നു ദുഹ്ശൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തൊട്ടടുത്ത വീട്ടിലുള്ള മാലിക് ഇബ്നു ദുഹ്ശൻ എന്ന് പറയുന്ന ആളെ കാണുന്നില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, എവിടെ പോയി മാലിക് ഇബ്നു ദുഹ്ശൻ? ഉടനെ തന്നെ അവിടെ വെച്ച് ഒരാൾ പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂൽ മാലിക് ഇബ്നു ദുഹ്ശനെ സംബന്ധിച്ച് ചോദിക്കുകയാണ്, എവിടെ പോയി? സാധാരണ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്റെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ വന്ന് കാണുമ്പോൾ ഒരു വീട്ടുകാരനെ കാണാതിരിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു നേതാവിന്റെ സാധാരണ സ്വഭാവമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മാലിക് ഇബ്നു ദുഹ്ശൻ എവിടെ? ഉടനെ തന്നെ പറയുന്നു, നബിയേ, ഹുവ മുനാഫിഖുൻ, അദ്ദേഹം കപട വിശ്വാസിയാണ്. ലാ യുഹിബ്ബുല്ലാഹു വറസൂലുഹു, അല്ലാഹുവിനെയും റസൂലിനെയും അയാൾ ഇഷ്ടപ്പെടുന്നില്ല. റസൂലുള്ളാഹിനെ തൃപ്തിയുണ്ടെങ്കിൽ റസൂലുള്ള വന്നാൽ അയാളൊന്ന് ഇവിടെ ഇറങ്ങി വരണ്ടേ? റസൂലുള്ളാഹി വീട്ടിൽ വന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇറങ്ങി വന്നില്ല? അയാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, അയാൾ മുനാഫിഖാണ് നബിയെ. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹം മൂഖിനം ബിഖൽബിഹി, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന ആളാണ്. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്നത് മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ചിട്ട് പ്രഖ്യാപിക്കുന്ന ആളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മാലിക് ഇബ്നു ദുഹ്ശൻ ഈ സദസ്സിലില്ല, വേറെ ഏതോ സ്ഥലത്താ ഉള്ളത്. ആ സ്ഥലത്തുള്ള ആളെ മനസ്സിൽ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസമുണ്ടെന്നും വീട്ടിലിരുന്നിട്ട് റസൂലുള്ളാഹി അങ്ങ് പറയുകയാണ്, അതാ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ ഖൽബകബെന്നോർ എന്ന് കറാമത്ത് മുഖേന മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? മുഅ്ജിസത്ത് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അറിഞ്ഞിട്ടാ പറഞ്ഞത്. ഇതുപോലെ ബുഖാരിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ബൈനമാ റജുലുൻ യസൂഖു ബഖറതൻ, ഒരാൾ ഒരു പശുവിനെയും തെളിച്ചിങ്ങനെ പോകുമ്പോ ആ പശു അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, അതെ, ആ പശുവിന്റെ പുറത്ത് അദ്ദേഹം കയറി. അങ്ങനെ അദ്ദേഹം പശുവിന്റെ പുറത്ത് കയറി പോകുമ്പോ ആ പശു തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, എന്നെ ഇതിനു വേണ്ടി പടക്കപ്പെട്ടതല്ല, എന്നെ കൃഷിക്ക് വേണ്ടി പടക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോ സ്വഹാബത്ത് പലരും ചോദിച്ചു, ബഖറത്തുൻ തതകല്ലമു യാ റസൂലല്ലാഹ്, പശു സംസാരിക്കുകയോ നബിയെ? ഉടനെ തന്നെ ആ സദസ്സിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇല്ല. ആ സദസ്സിനാണ് ചോദ്യവും മറുപടിയും ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി ഉടനെ തന്നെ പറഞ്ഞു, ആമന്തു അന വഅബീ ബക്കറിൻ വഉമർ, ഇന്നി ഊമിനു അബൂബക്കറിൻ വഉമർ, അതെ, ഞാനും അബൂബക്കറും ഉമറും ഇത് ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. സദസ്സിലില്ലാത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് വിശ്വസിക്കുന്നു എന്ന് റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു സദസ്സിലില്ലെങ്കിലും ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിലുള്ള കാര്യം റസൂലുള്ളാഹിക്ക് അറിയാൻ സാധിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സിലില്ലെങ്കിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിലുള്ള കാര്യം റസൂലുള്ളാഹിക്ക് അറിയാൻ സാധിക്കുന്നു.
ഈ അറിവ് റസൂലുള്ളാഹിക്ക് മുഅ്ജിസത്ത് മുഖേന കിട്ടുകയാണ്. ഇതുപോലെ ഔലിയാക്കൾക്ക് കറാമത്ത് മുഖേനയും കിട്ടുകയാണ്. അതല്ലേ അബൂബക്കർ ഇബ്നുൽ ലിമാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് വിശ്വാസപരമായ ഒരു വിഷയത്തിൽ ഒരു ചെറിയ സംശയം വന്നപ്പോ ഞാൻ കേട്ടു മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഅദുണ്ടെന്ന്, അദ്ദേഹത്തിന് മനസ്സിലുള്ളത് നോക്കി പറയാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ എന്റെ മനസ്സിലുള്ളത് അയാളൊന്ന് പറയുമല്ലോ, എന്റെ സംശയമൊന്ന് തീരുമല്ലോ എന്ന് മനസ്സിലാക്കി ഞാൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ സദസ്സിലേക്ക് വഅദ് പറയുമ്പോഴങ്ങ് കയറി ചെന്നപ്പോൾ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇഅ്തിഖാദു സലഫി വസ്സഹാബ, നമ്മളെ വിശ്വാസം സലഫു സാലിഹീങ്ങൾ മുൻഗാമികളായ മഹാന്മാരുടെയും സഹാബത്തിന്റെയും വിശ്വാസമാണ് കേട്ടോ എന്നെന്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങ് പറഞ്ഞു. മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു, വഅദ് പറയുന്ന ആൾ പലരെയും മുഖത്ത് നോക്കും, കൂട്ടത്തിൽ എന്റെ മുഖത്ത് നോക്കിപ്പോയതായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയപ്പോ ഉടനെ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂബക്കർ ഓ അബൂബക്കറേ, നമ്മളെ വിശ്വാസം സഹാബത്തിന്റെയും മുൻഗാമികളെയും വിശ്വാസമാണ് കേട്ടോ, അതാണ് ശരിയായ വിശ്വാസം കേട്ടോ എന്ന് അതാ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എന്റെ മുഖത്ത് നോക്കി പറയല, എന്റെ പേര് വിളിച്ചിട്ടങ്ങ് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ബൈത്തിക, നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, നിന്റെ വീട്ടിൽ ബാപ്പ വന്നിട്ടുണ്ട്, ബാപ്പ വന്നിട്ട് പോയിട്ട് കുറെ കാലമായില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ അറിവ് അള്ളാഹുവിന്റെ അറിവിനോട് തുല്യമാണോ? അല്ല. കാരണം അള്ളാഹുവിന്റെ അറിവ് തുടക്കമില്ലാത്ത നിലക്കുള്ള അറിവാണ്. സൃഷ്ടികളുടെ അറിവ് മുഴുവനും അള്ളാഹു തആല കൊടുത്തിട്ട് തുടക്കമുള്ള അറിവാണ്. അപ്പൊ അള്ളാഹുവിന്റെ സവിശേഷതകളിൽ നിന്നുള്ള ഒരു സവിശേഷതയും അവന്റെ ഒരു സൃഷ്ടികൾക്കും ഇല്ല. അള്ളാഹുവിനോട് തുല്യനായി ഒരാളും ഇല്ല. ഈ വിശ്വാസമാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഈ തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീ ജീവിക്കണം. നീ ശിർക്ക് വിശ്വസിച്ചു പോകരുത്, ശിർക്കുകാരനായി പോകരുത്. അള്ളാഹുവിന് ഒരു വിഷയത്തിലും ഒരു പങ്കുകാരനെയും നീ ചേർക്കരുത്. ഇതാണ് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം തങ്ങൾ മകനോട് വസിയ്യത്ത് ചെയ്ത ഒരു വസിയ്യത്ത്. ആ വസിയ്യത്തൊക്കെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പിന്നീട് പറയുന്നു, മോനെ യാ ബുനയ്യ ഖിമിസ്സലാഹ്, മോനെ നീ കൃത്യമായി നിസ്കാരം മുറക്ക് നിർവഹിക്കണം. നീ നല്ല കാര്യം കൽപ്പിക്കണം, ചീത്തയായത് വിരോധിക്കണം. ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ മകനോടുള്ള വസിയ്യത്ത് വഅദ് നിർത്തുന്നില്ല. ഉടനെ തന്നെ പറയുന്നു, വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നല്ല കാര്യം പറയുമ്പോ നിന്നെ എല്ലാവരും പൂവിട്ട് സ്വീകരിക്കുമെന്ന് നീ തെറ്റിദ്ധരിക്കരുത്. നല്ല കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ മോശമായത് വിരോധിക്കുമ്പോ ആളുകളൊക്കെ നിനക്ക് സ്വീകരണം തരുമെന്ന് നീ ആലോചിക്കരുത്. നീ നല്ല കാര്യം പറയാൻ ഒരുങ്ങിയാൽ, നീ നിഷിദ്ധമായത് വിരോധിക്കാൻ ഒരുങ്ങിയാൽ നിനക്കൊരുപാട് എതിരാളികൾ ഉണ്ടാകും. നിനക്കെതിരായി സംസാരിക്കാൻ ആളുണ്ടാകും, നിനക്കെതിരായി പ്രസംഗിക്കാൻ ആളുണ്ടാകും, നിനക്കെതിരായി കല്ലെറിയാൻ ആളുണ്ടാകും, നിന്നെ പരിഹസിക്കാൻ ആളുണ്ടാകും, നിന്റെ പേരിൽ പച്ചക്കള്ളം കെട്ടി പറയാൻ ആളുണ്ടാകും, നിന്നെ പരിഹസിക്കാൻ ആളുണ്ടാകും. അങ്ങനെ തുടങ്ങിയിട്ട് നിനക്ക് ഒരുപാട് വിഷയങ്ങൾ നേരിടേണ്ടി വരും. നീ നല്ല കാര്യം പറയാൻ ഒരുങ്ങിയാൽ എല്ലാവരും നിന്നെ സ്വീകരിക്കുമെന്ന് നീ തെറ്റിദ്ധരിക്കരുത്. വസ്ബിർ അലാ മാ അസാബക, നീ നല്ല കാര്യം പറയാൻ ഒരുങ്ങിയിട്ട് നിനക്ക് എന്താണോ പ്രശ്നമുണ്ടാകുന്നത്, ആ പ്രശ്നത്തിന്റെ സമയത്ത് നീ ക്ഷമിച്ചു നിൽക്കണം മോനെ. ഇങ്ങോട്ട് ചീത്ത പറയുന്നവരോട് അങ്ങോട്ട് ചീത്ത പറയരുത്, ഇങ്ങോട്ട് കള്ളം പറഞ്ഞാൽ തിരിച്ചങ്ങോട്ടൊരു കളവ് പാസാക്കരുത്, ഇങ്ങോട്ട് പരിഹസിച്ചാൽ അങ്ങോട്ട് പരിഹസിക്കരുത്, ഇങ്ങോട്ട് കല്ലെറിഞ്ഞാൽ അങ്ങോട്ട് കല്ലെറിയരുത്. നീ ക്ഷമിച്ചു നിൽക്കണം. വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അത് ശരിക്ക് തീരുമാനമെടുത്തിട്ടല്ലാതെ നീ പ്രവർത്തന രംഗത്തിറങ്ങേണ്ടതില്ല. അത് തീരുമാനിക്കപ്പെടുന്ന കാര്യമാണ്. അത് ശരിക്കും മനക്കരുത്തുള്ള ഒരു വ്യക്തിക്കല്ലാതെ ജനങ്ങളെ നല്ലതിലേക്ക് ക്ഷണിക്കാൻ കഴിയില്ല, ചീത്ത വിരോധിക്കാൻ കഴിയില്ല. മനക്കരുത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമല്ല,
ആരെന്ത് ചെയ്താലും ഒരു പ്രശ്നമല്ല. അവന്റെ മനസ്സിലെ ഈമാൻ വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഒരു ഖൈറും ഈ ലോകത്തൊരു സൃഷ്ടിക്കും തരാൻ സാധ്യമല്ല, ഒരു ശർറും വലിച്ചിടാൻ ഇവിടെ ഒരാൾക്കും സാധ്യമല്ല. എല്ലാ ഖൈറിന്റെയും ഉടമസ്ഥൻ, എല്ലാ നന്മയുടെയും ഉടമസ്ഥൻ, എല്ലാ തിന്മയും സൃഷ്ടിക്കാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അവൻ തീരുമാനിച്ചതല്ലാതെ നടക്കുകയില്ല. അവൻ തീരുമാനിച്ചത് മാറ്റിമറിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സൃഷ്ടികൾ അവരെ സംബന്ധിച്ചൊരു ഈമാനുള്ളവൻ അത്ര ചിന്തിക്കുകയില്ല. ഈമാനു മർഇൻ ലാ യകൂനു തകാമല ഹത്താ യറാനാ സംബി ഇബ്ലിൻ മുസ്സിലാ فيكون مدحوهم وذمهم سواء لم يخش لومة لائم في ذي العلا. ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാകുന്നത് തന്നെ എപ്പോഴാണ്? മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാകുന്നത് മനുഷ്യന്മാരെ ഒട്ടകങ്ങളെ പോലെ കാണുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ കഴുത്തിനു നീളമുണ്ടെന്നല്ല, 4 കാലുണ്ടെന്നല്ല. ഒട്ടകം, ഞാനൊരു നല്ല കാര്യം ചെയ്യുമ്പോ ഒട്ടകം എന്നെ സംബന്ധിച്ച് നല്ലത് വിചാരിക്കട്ടെ എന്ന് വിചാരിച്ച ആരെങ്കിലും സുന്നത്ത് നിസ്കരിക്കുമോ? ഒട്ടകം കാണുന്നുണ്ടല്ലോ, ഞാനൊരു 2 റക്അത്ത് കൂടുതൽ നിസ്കരിച്ച് കളയാ, അങ്ങനെ ആരും ചിന്തിക്കില്ല. ഒട്ടകം കേൾക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊരു ലോഡ് കല്ല് കൊടുത്തു കളയാ, അങ്ങനെ ഒട്ടകം കേൾക്കാൻ പ്രകാരം കല്ല് കൊടുക്കുമോ? ആരെങ്കിലും വസ്ത്രം കൊടുക്കുമോ? ആരെങ്കിലും പ്രസംഗിക്കുമോ? ആരെങ്കിലും ധർമ്മം ചെയ്യുമോ? ആരെങ്കിലും വല്ല സൽക്കർമ്മവും ചെയ്യുമോ? ഒട്ടകം കാണുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ചെയ്യില്ല. കാരണം ഒട്ടകത്തിന് എനിക്കൊരു ഗുണവും ചെയ്യാൻ കഴിയില്ല, ഒട്ടകത്തിന് എനിക്കൊരു ദ്രോഹവും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒട്ടകം കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് ഒരുപോലെയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ കയറി വരുമ്പോ ഒട്ടകം കിടക്കുകയാണ്, കിടന്നുകൊള്ളട്ടെ. അല്ല, ഞാൻ കയറി വരുമ്പോ ഒട്ടകം എഴുന്നേറ്റിക്കാണ്, നിന്നുകൊള്ളട്ടെ. ഒട്ടകം എന്റെ സമീപത്ത് വരികയാണ്, വന്നുകൊള്ളട്ടെ. അത് ദൂരെ നിൽക്കുകയാണ്, ദൂരെ നിന്നുകൊള്ളട്ടെ. ഒട്ടകം എന്റെ ആളാണെന്ന് ഇങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ്, ചിന്തിച്ചു കൊള്ളട്ടെ. ചിന്തിക്കാതിരിക്കട്ടെ, എനിക്കുണ്ടോ ഈ ഒട്ടകം കൊണ്ട് വല്ല കാര്യവും? ഇതുപോലെ ഒരു ഈമാൻ പൂർണ്ണമായ മനുഷ്യൻ, അവൻ മനുഷ്യന്മാരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുകയില്ല. അതുകൊണ്ട് ഫയകൂനു മദ്ഹൂഹും വദമ്മുഹും സവാ. മനുഷ്യന്മാര് മുഴുവനും ബഹുമാനം പറഞ്ഞാൽ അവന് മനസ്സിനൊരല്പവും സംതൃപ്തിയില്ല, സന്തോഷമില്ല. ജനങ്ങളൊക്കെ എന്റെ ബഹുമാനം പറഞ്ഞിട്ട് എന്റെ രാജാവായ അല്ലാഹുവിന്റെ അടുക്കൽ എനിക്ക് ബഹുമാനം ഇല്ലെങ്കിലോ, ജനങ്ങളെല്ലാരും കുറ്റം പറഞ്ഞാലോ, എല്ലാരും കുറ്റം പറഞ്ഞാലും അല്ലാഹു കണക്കാക്കിയത് തടയാൻ ആർക്കും സാധ്യമല്ലല്ലോ. അപ്പൊ ജനങ്ങളെ ആക്ഷേപമോ ജനങ്ങളെ പ്രകീർത്തിക്കലോ രണ്ടിനും വില കൽപ്പിക്കാത്തവനാണ് പൂർണ്ണമായ ഈമാനുള്ളവനെന്ന് അത് ആ മഹാന്മാര് പഠിപ്പിക്കുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ശരിയായ ഈമാനുള്ളവരുടെ ലക്ഷണം അതാണ്. ഇതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ, സജ്ജനങ്ങളായ ആളുകളെ മുഴുവനും ആക്ഷേപിക്കാൻ ആളുണ്ടായി, ഒരു പ്രശ്നവും അവർക്കുണ്ടായില്ല. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അതേ യുഖാതിബുനി സഫീഹു ബികുല്ലി ഖുബ്ഹി വഅക്റഹു അൻ നകൂന ലഹു മുജീബാ യസീദു സഫാഹതൻ വഅസീദു ഹിൽമാ കഊദിൻ ഗാദഹുൽ മിഹ്റാഖു തീബാ. എനിക്കെന്തെങ്കിലും ദോഷം വരുത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ട് വിവരമില്ലാത്ത ആളുകൾ എന്നെ സംബന്ധിച്ച് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. എന്നിട്ടോ വാക്കിറഹു അന്നകൂന ലഹു മുജീബ, അങ്ങനെ പറയുന്നവർക്കൊക്കെ മറുപടി പറയല്ല എനിക്ക് മനസ്സുകൊണ്ട് വെറുപ്പാണ്. എന്തുകൊണ്ട്? യസീദു സഫാഹതൻ വഅസീദു ഹിൽമാ കഊദിൻ സാദഹുൽ ഇറാഖു തീബാ. അവനിങ്ങനെ എത്രയോ കുറ്റം പറയുമ്പോ അവന്റെ വിഡ്ഢിത്തം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അതേ സമയത്ത് ഞാനോ, എനിക്കൊരു പ്രശ്നവുമില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കണ്ടിട്ടില്ലേ ഊദ് എന്ന് പറയുന്ന സാധനം? ആ ഊദിനൊരാൾ തീ കൊടുത്താൽ ഊദിന്റെ മണമിങ്ങനെ പരിമളം വർദ്ധിക്കുകയല്ലേ?
ഊദിന് തീ കൊടുത്താൽ അപ്പോൾ ഊദിന്റെ പരിമളം വർദ്ധിക്കുകയല്ലേ? ഇതുപോലെ ഞാനൊരു ദീനീ പ്രവർത്തനത്തിലാണുള്ളത്, ഞാൻ അള്ളാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിലാണുള്ളത്, ഞാൻ അള്ളാഹുവിന്റെ ദീന് പറഞ്ഞു കൊടുക്കുന്നതിലാണുള്ളത്, അതിനുള്ള ഗ്രന്ഥങ്ങൾ രചിക്കുന്നതിലാണുള്ളത്, ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വളർത്തിയെടുക്കുന്ന തിരക്കിലാണ് ഞാനുള്ളത്. ഞാൻ ഇൽമിങ്ങനെ പഠിക്കുകയും അതനുസരിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ പ്രവൃത്തിയുമായി ഞാനങ്ങ് പോകുമ്പോ എന്റെ കുറ്റവും കുറവും പറയാൻ നല്ലവരും ഇറങ്ങിയാൽ എനിക്കിവിടെ ഊതുണ്ടല്ലോ, ആ ഊത് വലിയ വില പിടിച്ച ഊത്, ആ ഊതിന് തീ കൊണ്ടുവന്ന് വെക്കുന്നവന്റെ ധാരണ അതുകൊണ്ട് ഇത് നാറുമെന്നാണ്. ഇല്ല, നിങ്ങൾ തീ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഊതിന്റെ പരിമളം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അതുപോലെ ഞാനിങ്ങനെ പരിമളം വർദ്ധിച്ചുകൊണ്ട് എന്റെ ഇൽമിങ്ങനെ പ്രചരിപ്പിക്കുകയല്ലാതെ നിങ്ങൾ തിരിച്ചങ്ങോട്ട് നാറ്റം അനുഭവിക്കാൻ കഴിയില്ല കേട്ടോ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വിവരമില്ലാത്തവർ സംസാരിച്ചപ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത് അങ്ങനെയാണ്. അപ്പൊ സഹോദരന്മാരെ, ഈമാൻ പൂർണ്ണമായ മഹാന്മാർ അവര് സത്യം പ്രചരിപ്പിക്കുന്നു. അതാണ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. മുഅ്മിനീങ്ങളുടെ ലക്ഷണം അവര് നല്ലത് കൽപ്പിക്കുന്നവരാണ്, ചീത്തയായത് വിരോധിക്കുന്നവരാണ്. അപ്പോൾ വസ്ബിർ അലാ മാ അസാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അപ്പോൾ ആരിൽ നിന്ന് എന്തെല്ലാം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നോ അവർ മുഴുവനും ക്ഷമിച്ചോളണം മോനെ. അതിനതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ പോകണ്ട. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു അതേ പറഞ്ഞു കൊടുക്കുന്നു. ഇതിനർത്ഥം ആർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കരുതെന്നല്ല. സഹോദരന്മാര് ചിന്തിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നലെ ഞാൻ മുതഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുത്തൊരു ഹദീസ് ഞാൻ ഓർക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ അതേ ഖുറൈശികൾ വരുന്നു. ആരാണ് ഖുറൈശികൾ? അല്ലാഹുവിന്റെ റസൂലിന്റെ തറവാട്ടുകാരാണ്. റസൂലുള്ള ഖുറൈശി തറവാട്ടുകാരനാണ്. ആ ഖുറൈശികളാണ് അല്ലാഹുവിന്റെ റസൂലിനെ സത്യത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത്. സ്വന്തം കുടുംബങ്ങളാണ്, തറവാട്ടുകാരാണ്. അതിൽ പിതൃ സഹോദരനായ അബൂലഹബ് വളരെ മുന്നിലായിരുന്നു, അബൂജഹൽ വളരെ മുന്നിലായിരുന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ദ്രോഹിച്ച ഖുറൈശികൾ അവര് പലരും പിൽക്കാലത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സൽസ്വഭാവം കണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ ആശയം കണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ സത്യസന്ധമായ പ്രവർത്തനം കണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വഴിയിലേക്ക് അവർ പലരും വന്നു. ആദ്യം അവർ കല്ലെടുത്തെറിഞ്ഞിരുന്നു. അപ്പോൾ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചിരുന്നു. ഇപ്പോൾ തന്നെ ഞാൻ അവരെ അങ്ങ് നശിപ്പിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം സമ്മതം ചോദിച്ചിരുന്നു. വേണ്ട ജിബ്രീലേ, അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും പിന്നെ നന്നായാലോ, അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും അവരുടെ സന്താന പരമ്പരയെങ്കിലും നന്നായാലോ, നശിപ്പിക്കേണ്ടതില്ലെന്ന് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചിരുന്നു. ആ ഖുറൈശികളിൽ പലരും സഹോദരന്മാരെ ഉഹദ് യുദ്ധം നയിക്കാൻ വേണ്ടി വന്നത് അബൂ സുഫിയാനാണ്. ആ അബൂ സുഫിയാനെ പിന്നെ നമ്മൾ കാണുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ കുതിരയുടെ കടിഞ്ഞാണും പിടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ കൂടെയാണ്. ആ നിലയ്ക്ക് എത്രയോ ഖുറൈശികൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നുപോയി. അങ്ങനെ ഇസ്ലാമിലേക്ക് ഖുറൈശി തറവാട്ടുകാരായ പലരും വന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് അബ്ബാസിന്റെ ഭാഗത്ത് നിന്നുള്ള ധാരാളം സ്വത്തുക്കൾ അല്ലാഹുവിന്റെ റസൂലിന് എത്തി. ആദ്യം വളരെ ഞെരുക്കമായിരുന്നു, തുടക്കം വളരെ ഞെരുക്കത്തിലായിരുന്നു, വളരെ പ്രയാസത്തിലായിരുന്നു, കടത്തിലും ബുദ്ധിമുട്ടിലുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല ധാരാളം അങ്ങ് ചൊരിച്ചു കൊടുത്തു. അങ്ങനെ ചൊരിച്ചു കൊടുത്തപ്പോൾ ഇപ്പൊ ധാരാളം ഒട്ടകങ്ങളുണ്ട്, ധാരാളം കുതിരകളുണ്ട്, ധാരാളം സംഗതികളുണ്ട്. അങ്ങനെ അല്ലാഹു തആല കൊടുത്തപ്പോൾ സഹോദരന്മാരെ അല്ലാഹുവിന്റെ റസൂല് അത് വിതരണം ചെയ്യുകയാണ്. ആ വിതരണം ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് സമ്പാദിച്ചു വെക്കാൻ തീരുമാനിച്ചിട്ടില്ല, കിട്ടുന്നത് വിതരണം ചെയ്യുകയാണ്. അങ്ങനെ വിതരണം ചെയ്യുന്ന കൂട്ടത്തിൽ ഖുറൈശികളിൽപ്പെട്ട പലർക്കും 100 വീതം ഒട്ടകം അങ്ങ് കൊടുത്തു. ഒരാൾക്ക് 100 ഒട്ടകം കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് കണ്ടപ്പോ അൻസാരികളായ ചെറുപ്പക്കാരായ കുറച്ച് കുട്ടികള്
അവരാരാ? അവർ ഈ ഖുറൈശികൾ മക്കയില് അല്ലാഹുവിന്റെ റസൂലിനെയും റസൂലുള്ളാഹിന്റെ കൂടെ ജീവിക്കുന്ന ആ ആശയം സ്വീകരിച്ചവരെയും മക്കയിൽ വെച്ച് ജനങ്ങൾ ദ്രോഹിച്ചപ്പോ റസൂലുള്ളാഹിന്റെ ശിഷ്യന്മാര് മദീനയിലേക്ക് വന്നപ്പോൾ ആ ശിഷ്യന്മാർക്ക് ഭക്ഷണം കൊടുത്തവരാണവർ, വസ്ത്രം കൊടുത്തവരാണവർ, പാർപ്പിടം കൊടുത്തവരാണവർ, സർവ്വ സംരക്ഷണവും കൊടുത്തവരാണ് അൻസാറുകൾ. അൻസാറുകൾ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സഹായികൾ എന്നാണ്. ആ അൻസാരികളായ സഹാബികളിൽ നിന്ന് ചെറുപ്പക്കാരായ കുട്ടികള് അവര് നോക്കി, റസൂലുള്ള ഞങ്ങൾക്ക് തരുന്നുണ്ടോ? ഞങ്ങൾ ആൾക്കാരാണല്ലോ റസൂലുള്ളാഹിനെ ആദ്യം സ്വീകരിച്ചത്, ഞങ്ങളെ ആൾക്കാരാണല്ലോ, ഞങ്ങളെ ഉപ്പാപ്പമാരും ഞങ്ങളെ ആൾക്കാരുമാണല്ലോ, ഞങ്ങളുടെ കുടുംബങ്ങളാണല്ലോ റസൂലുള്ളാഹിന്റെ അനുയായികൾക്ക് ഭക്ഷണവും പാർപ്പിടവും കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ ഒന്നുമില്ലാത്ത കാലത്ത് സജീവ പ്രവർത്തന രംഗത്തുണ്ടായത് ഞങ്ങൾ ആൾക്കാരാണല്ലോ. ഖുറൈശികളപ്പോൾ വാളെടുത്തിട്ട് യുദ്ധത്തിന് വരുന്ന ചുറ്റുപാടാനായിരുന്നല്ലോ. ആ ഖുറൈശികൾ അങ്ങ് മക്കയിൽ നിന്ന് ഇറങ്ങി 400-ലധികം കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് മദീനയിൽ താമസിക്കുന്ന മുഹമ്മദ് നബിയെയും അനുയായികളെയും വകവരുത്താൻ വേണ്ടി വീണ്ടും അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോ അൻസാരികളായ ഞങ്ങളല്ലേ മദീനക്കാർ, ഞങ്ങൾ സജീവമായി ഇറങ്ങിയിട്ടല്ലേ ബദർ നടന്നത്, ഉഹദ് നടന്നത്. ശത്രുക്കൾ അന്ന് ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോ ഞങ്ങൾ നോക്കി നിന്നിട്ടില്ലല്ലോ, ഞങ്ങൾ വളരെ ശക്തിയായി പ്രതികരിച്ചിട്ടുണ്ടല്ലോ. ആ പ്രതികരണത്തിന്റെ പേരിൽ ശത്രുക്കളുടെ ശക്തികൾ തകർന്നു പോയിട്ടുണ്ടല്ലോ. അങ്ങനെ ഞങ്ങളല്ലേ തുടക്കത്തിലെ ഞങ്ങളുടെ തറവാടും ഞങ്ങളുടെ നാട്ടുകാരുമല്ലേ നബിയെയും സഹാബികളെയും സഹായിച്ചത്. എന്നിട്ടിപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇപ്പൊ ജോറിൽ ധാരാളം കിട്ടിയിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോ കൊടുക്കുന്നതാർക്ക്? കൊടുക്കുന്നത് ഖുറൈശികളായി പരുത്തി ഇസ്ലാമിലേക്ക് വന്ന ഖുറൈശികൾക്ക്. ഞങ്ങൾക്ക് തരുന്നില്ലല്ലോ എന്ന് ചെറുപ്പക്കാരായ അൻസാരികളിൽപ്പെട്ട ചില സഹാബികൾക്ക് ഒരു സംശയം വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് അവർ പറഞ്ഞു, യഗ്ഫിറുല്ലാഹു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ. അവർ വിചാരിച്ച് റസൂലുള്ളാഹിക്ക് ഒരു അപാകത എന്തോ സംഭവിച്ച മാതിരി അവര് പറയാണ്, യഗ്ഫിറുല്ലാഹു ലിറസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ. നമ്മൾ ആദ്യമേ സജീവമായി ഉണ്ടായിട്ട് ഞങ്ങൾക്ക് തരാതെ ആ ഖുറൈശികൾക്ക് 100 വീതം ഒട്ടകങ്ങൾ അതാ നബി കൊടുക്കുന്നു. ഇതെന്തായാലും ഒരു ശരിയായ രൂപമാണെന്ന് തോന്നുന്നില്ല. റസൂലുള്ളാഹിക്ക് അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ എന്ന് സാധാരണക്കാരായ ചെറുപ്പക്കാരായ കുറച്ച് അൻസാരികളായ കുട്ടികളങ്ങ് പറഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. റസൂലുള്ളാഹിനോട് സ്നേഹമില്ലാഞ്ഞിട്ട് പറഞ്ഞതല്ല, അവർക്ക് കിട്ടാത്തതല്ല പ്രശ്നം. ഇങ്ങനെ കൊടുത്തിട്ട് റസൂലുള്ള കുറ്റക്കാരനായി പോകുമോ എന്നുള്ള പേടിയാണ്. അതുകൊണ്ടാ അവർ പറഞ്ഞ അല്ലാഹ് റസൂലുള്ളാഹിക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന്. അവരുടെ വിവരക്കേടാണത് വേറെ വിഷയം. പക്ഷേ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നതിലല്ല അവരുടെ പ്രശ്നം. ഇങ്ങനെ കൊടുത്തിട്ട് അള്ളാഹിന്റെ അടുക്കൽ അള്ളാഹിന്റെ റസൂല് കുടുങ്ങിപ്പോവോ എന്ന റസൂലുള്ളാഹിനുള്ള സ്നേഹം കൊണ്ടുള്ള പേടിയാണ്. ആ പേടി വെച്ചുകൊണ്ടാണ് അനുയായികളായ ഈ പാവപ്പെട്ട സഹാബികൾ പറഞ്ഞത്, യഗ്ഫിറുല്ലാഹു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂലിന് അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ. ഖുറൈശികൾക്ക് 100 വീതം ഒട്ടകം കൊടുക്കുന്ന വലായുത്തൂനന, നമ്മൾ നേരത്തെ ഇവിടെ എല്ലാ സഹായത്തിനും ഉണ്ടായിട്ട് നമുക്ക് തരുന്നില്ല. അങ്ങനെ ചിന്തിക്കൽ സ്വാഭാവികമല്ലേ? ചില ആളുകൾ പറയാറുണ്ട്, ഞാനിവിടെ ഷെഡ്യൂളുള്ള കാലത്തേ നിസ്കരിക്കാൻ വരുന്നതാ, എന്നിട്ട് എനിക്ക് കാരക്കട്ടില്ല എന്ന് ചിലപ്പോ പറയും. കാരക്ക വേണ്ടിയിട്ട് പറയുന്നതല്ല, അത് സിറാജുള്ളതിന്റെ നമ്മളതല്ലേ, അത് ഞമ്മക്കും കിട്ടണം എന്ന താല്പര്യത്തിന്റെ പേരിൽ പറയുന്നതാണ്. അപ്പൊ ചിലപ്പോ വിതരണം ചെയ്ത് ടി പൈസ ആണെങ്കിലും സുബ്ഹാനല്ലാഹ് അയാൾക്കള്ള ഓർത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ആ രൂപത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചും അതുപോലെ പറഞ്ഞു കളഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ ഈ വിവരം അറിഞ്ഞു. തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോ തിരുത്തുന്നത് സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോൾ അത് തിരുത്തണം. അത് നേതാക്കളുടെ കടപ്പാടാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, അൻസാരികളായ മദീനക്കാരായ സഹാബികളുടെ ഒരു സ്പെഷ്യൽ യോഗം വിളിച്ചുകൂട്ടി. സ്പെഷ്യൽ യോഗം എന്ന് പറഞ്ഞാലോ വേറെ ആർക്കും പ്രവേശനമില്ല, മദീനക്കാരായ അൻസാരികളെ മാത്രം പ്രവേശിപ്പിച്ചുകൊണ്ടൊരു സ്പെഷ്യൽ യോഗം. ആ അൻസാരികൾപ്പെട്ട ചിലർക്കാണുള്ള സംശയമുള്ളത്, അവരെ സംശയം തീർത്തു കൊടുക്കാൻ വേണ്ടിയുള്ള സ്പെഷ്യൽ യോഗമാണ്. ആ യോഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ ചിലര്
ഞാനൊരു കുറ്റക്കാരനായി പോകുന്നു മനസ്സിലാക്കിയിട്ട് യഗ്ഫിറുല്ലാഹു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന് അള്ളാഹ് വെറുത്തു കൊടുക്കട്ടെ. അള്ളാന്റെ റസൂൽ ഞമ്മക്ക് തരാതെ അവർക്ക് ധാരാളം കൊടുക്കുന്നു ഖുറൈശികൾക്ക്. വസയൂഫുനാ തഖ്തുറു മിൻ ദിമാഇഹിം, നമ്മളെ വാളുകളാണെങ്കിൽ ആ ഖുറൈശികളുമായി പോരാടിയിട്ട് ഇപ്പവും വാളും വന്ന് രക്തത്തുള്ളി ഇറ്റിയിട്ട് തീർന്നിട്ടില്ല. ഇപ്പോഴും നമ്മളെ വാളും വന്ന് രക്തം ഇങ്ങനെ ഉറ്റുന്നുണ്ട്. എന്നിട്ട് അള്ളാന്റെ റസൂൽ അവർക്ക് കൊടുക്കുന്ന നമ്മക്ക് തരാതെ, അതുകൊണ്ട് അള്ളാന്റെ റസൂലിന് അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ. പറഞ്ഞതായി ഒരു വിവരം ഞാൻ അറിഞ്ഞു. ശരിയാണോ? സ്നേഹത്തോടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനക്കാരായ സഹാബികളോട് ചോദിച്ചപ്പോ, ആ സഹാബികളെ കൂട്ടത്തിൽ മുതിർന്ന സഹാബികൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, നബിയേ അമ്മാദൂറഇൻ ഫീനാ, നമ്മളെ കൂട്ടത്തിലുള്ള മുതിർന്നവരും കാര്യവിവരമുള്ളവരും ഒരഭിപ്രായം പറയാൻ പറ്റുന്നവരും ഞങ്ങളാരും തങ്ങളെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല നബിയേ. ഞങ്ങൾ മുതിർന്നവരാരും പറഞ്ഞിട്ടില്ല, ഒരഭിപ്രായം പറയാൻ പറ്റുന്നവരും പറഞ്ഞിട്ടില്ല. പിന്നെയോ അമ്മല്ലദീ ഹദീസത്തുൻ നസ്രാനുഹും, അതേ സമയത്ത് അമ്മല്ലദീന ഹദീസത്തുൻ നസ്രാനുഹും, ഒരു കൂട്ടര് അവരെ വയസ്സ് വളരെ കുറവാണ്. ഞങ്ങൾ അൻസാരികളിൽ പെട്ട തന്നെയാണ്, പക്ഷെ വയസ്സ് കുറഞ്ഞ കുട്ടികളാണ്. അങ്ങനത്തെ ചില കുട്ടികൾ പറഞ്ഞതിതാണ്. പറഞ്ഞെന്താ? യഗ്ഫിറുല്ലാഹു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ, അവർക്ക് കൊടുക്കുന്ന നമുക്ക് തരുന്നില്ല എന്ന് ഞങ്ങളെ കൂടുതൽ കുട്ടികൾ പറഞ്ഞതാ നബിയെ. വയസ്സുള്ളവരാരും പറഞ്ഞിട്ടില്ല, അഭിപ്രായം പറയാൻ പറ്റുന്നവരാരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, എന്നാ നിങ്ങളറിയോ, ഞാൻ അവർക്ക് കൊടുക്കുന്നത് നിങ്ങൾ ഉറച്ച ഈമാനുള്ളവരാണ്. നിങ്ങൾ എല്ലാവരും എതിർക്കുന്ന സമയത്ത് നിങ്ങൾ കൂടെ തന്നെ നിന്നുകൊണ്ട് പോരാടിയവരാണ്. നിങ്ങളെ ഈമാൻ ഉറച്ച ഈമാനുള്ളവരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് തന്നില്ലെങ്കിലും നിങ്ങൾ രാജിവെച്ചു പോകൂല, നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഈ പ്രസ്ഥാനത്തുനിന്ന് മാറൂല. നിങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി നിങ്ങൾ പൈസ കണ്ടിട്ട് കൂടിയതല്ല, ബിൽഡിംഗ് കണ്ടിട്ട് കൂടിയതല്ല, ഒട്ടകം കിട്ടുമെന്ന് വിചാരിച്ച് കൂടിയതല്ല. പിന്നെയോ നിങ്ങൾ ഒന്നുമില്ലാത്ത കാലത്ത് ഇത് സത്യമാണെന്ന് മനസ്സിലാക്കി കൂടിയവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 5 പൈസ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോകൂല. നേരെ മറിച്ച് ഇപ്പം വന്ന കക്ഷികളുണ്ടല്ലോ, അവര് മുമ്പ് കാലത്ത് നമ്മളെ കൂടെ വരാത്തവരാണ്. ഇപ്പൊ നമ്മൾ ഉഷാറായി നിലനിൽപ്പായതിനു ശേഷം കയറി വന്നവരാണ് അവര്. അപ്പൊ അവർക്ക് കുറച്ച് കൊടുത്താൽ അവർക്കൊന്നും കൂടി ആവേശമുണ്ടാകും. അപ്പൊ അവര് സജീവമായി രംഗത്ത് വരും. അങ്ങനെ അവരെ മനസ്സിനൊന്നും കൂടി അടുപ്പമുണ്ടാക്കാൻ വേണ്ടി, അവരെ ഒന്നുകൂടി സജീവമാക്കാൻ വേണ്ടി ഞാൻ അവരെ തെരഞ്ഞെടുത്ത് പ്രത്യേകം കൊടുത്തതാണ്, നിങ്ങളെ അവഗണിച്ചതല്ല. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട എന്ന് പഠിപ്പിച്ചതിന് ശേഷം അവസാനം ചോദിച്ചു, അല്ലയോ അൻസാരികളെ, അല്ലയോ അൻസാരികളെ, അമാതറല്ലൗന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, വഹും യർജൂന ബി അംവാലിഹിം, അവര് പണവും കൊണ്ടാ പോകുന്നത്, സ്വത്തും കൊണ്ടാണ് അവര് പോകുന്നത്. വഅന്തും തർജൂന ഇലാ റിഹാലിക്കും ബിറസൂലില്ലാഹി, നിങ്ങൾ നിങ്ങളെ നാടുകളിലേക്കും വീടുകളിലേക്കും പോകുന്നത് അല്ലാഹുവിന്റെ റസൂലിനെയും കൊണ്ടാണ് കേട്ടോ. ഞാൻ നിങ്ങളെ കൂടെയല്ലേ ഉള്ളത്. അവര് മക്കക്കാരല്ലേ, മക്കയിലല്ലേ ഞാൻ ജനിച്ചത്. ആ മക്കയിൽ ഇപ്പൊ താമസിക്കാനും ജീവിക്കാനുള്ള സൗകര്യം എനിക്കില്ലേ. എന്നിട്ട് ഞാൻ അവിടെ പോയി താമസിക്കാതെ നിങ്ങളെ നാട്ടിൽ തന്നെ കൂടുന്നത് നിങ്ങൾ കാണുന്നില്ലേ. അവര് ഒട്ടകവും തെളിച്ചു പോകുമ്പോ നിങ്ങൾ റസൂലുള്ളാഹിനെയും കൂട്ടി നിങ്ങൾ പോകുന്നില്ലേ. ഞാൻ നിങ്ങളെ കൂടെ അങ്ങ് വരുന്നില്ലേ. ഒട്ടകത്തിനാണോ വിലയുള്ളത്, എനിക്കാണോ വിലയുള്ളത്? ഞാൻ നിങ്ങളെ കൂടെയല്ലേ എന്ന് അവരൊട്ടകത്തിനെയും തെളിച്ചു പോകുന്നു, നിങ്ങൾ റസൂലുള്ളാഹിനെയും കൂട്ടി നിങ്ങളെ നാട്ടിലേക്ക് നടക്കുന്നു. നിങ്ങളല്ലേ ഭാഗ്യവാന്മാർ എന്ന് ചിന്തിപ്പിക്കുന്ന വിധത്തിൽ അല്ലാഹുവിന്റെ റസൂലങ്ങ് ചോദിച്ചപ്പോ സർവ ചെറുപ്പക്കാരും റളീനാ ബിക യാ റസൂലല്ലാഹ്, റളീനാ ബിക യാ റസൂലല്ലാഹ്, ഞങ്ങൾ തങ്ങളെ കൊണ്ട് തൃപ്തിപ്പെട്ടു നബിയെ, ഞങ്ങൾക്ക് ഒട്ടകം വേണ്ട, ഒന്നും വേണ്ട, തങ്ങളെ കിട്ടിയാൽ മതി എന്ന് ആ സഹാബികൾ മറുപടി പറയുന്നു. ഞാനിത് പറഞ്ഞു വന്നത് അനുയായികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന് നേതൃത്വത്തിന് തോന്നിയാൽ അനുയായികളെ വിളിച്ച് വിശദീകരണം നൽകൽ നേതൃത്വത്തിന് നിർബന്ധമാണ്. അത് നേതൃത്വം ചെയ്യേണ്ട, കൈക്കൊള്ളേണ്ട നടപടിയാണ്. അതേ സമയത്ത് ഒരിക്കലും തന്നെ ആക്ഷേപിക്കുന്നതിനോ മദ്ഹ് പറയുന്നതിനോ ഒരൽപ്പവും മനസ്സിന്റെ ഉള്ളിൽ വില കൽപ്പിക്കാൻ പാടില്ല.
അത്തരം ആളുകളാണ് ഈമാന് പൂർണ്ണമായവർ. ആ ഈമാനുള്ളവരുടെ ഡ്യൂട്ടിയാണ് യഅ്മുറൂന അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്. ഈമാനുള്ള പുരുഷന്മാരും ഈമാനുള്ള സ്ത്രീകളും പരസ്പരം സഹായികളാണ് നബിയേ. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി. അവർ നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുന്നു, ചീത്തക്കാര്യം നിഷിദ്ധമായ കാര്യം വിരോധിക്കുന്നു. സഹോദരന്മാരെ, ധാരാളം ദിക്ർ ചൊല്ലണം, അത് നല്ല കാര്യമാണ്. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. ഖുർആൻ പറഞ്ഞു ധാരാളം ദിക്ർ ചൊല്ലുന്ന പുരുഷന്മാരും ധാരാളം ദിക്ർ ചൊല്ലുന്ന സ്ത്രീകളും അല്ലാഹു തആല സ്വർഗം കൊടുക്കുന്ന മഹാന്മാരാണ്. ഇപ്പൊ ദിക്റുകൾ ധാരാളം ചൊല്ലണം. ഞാൻ എന്റെ സഹോദരിമാരോട് പറയുന്നു, സഹോദരന്മാരോടും പറയുന്നു, നിസ്കാരത്തിന് ശേഷം ഒരു 33 സുബ്ഹാനല്ലാഹ്, ഒരു 33 അൽഹംദുലില്ലാ, ഒരു 33 അല്ലാഹു അക്ബർ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 100 ദിക്ർ നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. 100 ദിക്ർ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ അടുക്കൽ 1000 ദിക്റിന്റെ പ്രതിഫലമാണ്. ഈ ദിക്ർ ചൊല്ലുന്നവർക്ക് വലിയ പണക്കാര് പണം കൊടുത്ത് സമ്പാദിക്കുന്ന സമ്പാദ്യം ആഖിറത്തിലേക്ക് ഈ ദിക്ർ ചൊല്ലുന്നവർക്ക് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇതുപോലെ നിസ്കാരത്തിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് 3 പ്രാവശ്യം ചൊല്ലുക. നിസ്കാരത്തിന് ശേഷം ഒരു ആയത്തുൽ കുർസി ഓതുക. അതുപോലെ wudu എടുത്തു കഴിഞ്ഞാൽ ഒരു ആയത്തുൽ കുർസി ഓതുക. wudu എടുത്തു കഴിഞ്ഞാൽ ഇന്നാ അൻസൽനാഹു സൂറത്തുൻ ഓതുക. wudu എടുത്തു കഴിഞ്ഞാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. നമ്മുടെ മദ്രസയിൽ വരുന്ന കുട്ടികളെ മദ്രസാ പാഠപുസ്തകത്തിന് ഈ ദിക്റുകളുണ്ട്. അതറിയാത്തവരൊന്ന് കാണാതെ പഠിക്കാനാകെ കുറഞ്ഞ സമയമല്ലേ വേണ്ടൂ, അതൊന്ന് കാണാതെ പഠിക്കുക. നിങ്ങൾ wuduവിന്റെ ശേഷം അത് 2 കൈയും മേൽപോട്ട് ഉയർത്തിയിട്ട് കണ്ണും മേൽപോട്ട് ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ മുമ്പ് ആ ദിക്റങ്ങ് ചൊല്ലിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ അടുക്കൽ സ്വർഗത്തിന്റെ വാതിലുകൾ 8 വാതിലുകളും അവന് വേണ്ടി തുറക്കപ്പെടുന്നു. ഇഷ്ടമുള്ളതിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നു. ഇതുപോലെ സഹോദരന്മാരെ, രാവിലെയും വൈകുന്നേരവും അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, ഈ ദിക്ർ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. അത് ചൊല്ലിയാൽ വിഷം വരെ തീണ്ടുകയില്ലെന്നാണ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. രാവിലെയും വൈകുന്നേരം ചൊല്ലിക്കോളൂ, റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ഒരുപാട് മുസീബത്തുകളിൽ നിന്ന് കാവലാണ്. ഇതുപോലെ ഞാൻ പറയട്ടെ, നിങ്ങൾ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഒരു ഫാത്തിഹ ഓതിയിട്ട് പ്രാർത്ഥിച്ചോളൂ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്, അബ്ശിർ ബിനൂറൈനി ഊതീതഹുമാ ലം യൂതഹുമാ നബിയ്യുൻ ഖബ്ലക ഫാത്തിഹത്തുൽ കിതാബ് വഖവാതീം സൂറത്തുൽ ബഖറ. സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫാത്തിഹ ഓതി മന്ത്രിച്ചിട്ട് അപ്പോൾ തന്നെ വിഷമിറങ്ങിയ സംഭവം ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബുഖാരിയിൽ തന്നെയുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി പറയുന്നു ഫാത്തിഹ സൂറത്തിനെ സംബന്ധിച്ച്, അതേ ആ ഫാത്തിഹ സൂറത്ത് അല്ലാഹുവിങ്കൽ നിന്നുള്ളൊരു വെളിച്ചമാണ്. അതുപോലെ സൂറത്തുൽ ബഖറയുടെ ലാസ്റ്റ് ഭാഗവും അല്ലാഹുവിങ്കൽ നിന്ന് കിട്ടിയൊരു നൂറാണ്. ആ നൂറിനെ സംബന്ധിച്ച് പറഞ്ഞു, ലൻ തഖറാ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു. ഫാത്തിഹയിൽ നിന്നുള്ള ഒരു ഹർഫെങ്കിലും ഓതിയിട്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നതാണ്. ഇതുകൊണ്ടാണ് സഹോദരന്മാരെ, ഉത്തരം കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാര് പ്രാർത്ഥിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് പ്രാർത്ഥിക്കുന്നത്. നമ്മളെ വീട്ടിൽ ഒരു ഭക്ഷണം കഴിച്ച മുസ്ലിയാര് ഭക്ഷണം കഴിച്ചവർക്ക് ഒരു ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യും. ഒരു കല്യാണത്തിന് നിക്കാഹിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ നിക്കാഹിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി ഒരു ഫാത്തിഹ ഓതിയിട്ട് പ്രാർത്ഥിക്കും. അതുപോലെ നമ്മളൊരു മരിച്ച വീട്ടിലെത്തിയാൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് പ്രാർത്ഥിക്കും. ഇതാര് പഠിപ്പിച്ചതാണ്? ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. ഫാത്തിഹ ഓതിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും ജനങ്ങളെ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഫാത്തിഹ സൂറത്ത് ധാരാളം ഓതാൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ
അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കുട്ടിക്കാലം മുതലേ വളർന്ന സഹാബിയാണ്. ആ സഹാബിക്ക് ഇസ്ലാമിൽ ഒരു അപരനാമമുണ്ട്. അപരനാമം മുത്തബിഉസ് സുന്ന എന്നാണ്. സുന്നത്തിനെ പിന്തുടരുന്നവർ, റസൂലുള്ളാഹിന്റെ ചര്യ പിന്തുടരുന്നവർ. വല്ലാത്ത ഇത്തിബാണ്. റസൂലുള്ള എന്ത് എവിടെ നടന്നോ അവിടെ നടക്കും. റസൂലുള്ള കയറിയ സ്ഥലത്ത് കയറും, റസൂലുള്ള തൊട്ട സ്ഥലം തൊടും, റസൂലുള്ള നിസ്കരിച്ച സ്ഥലം നിസ്കരിക്കും. ഒരു ദിവസം മക്ക മദീനയിലെ ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോ എല്ലാ പള്ളിയിലും കയറി മഹാനവറുകൾ നിസ്കരിച്ചു. ബുഖാരി പോലുള്ള ഹദീസിന്റെ കിതാബുകളിൽ കാണാം, ഒരു സ്ഥലത്തെത്തിയപ്പോ പള്ളിന്റെ മുറ്റത്ത് നിസ്കരിച്ച് പള്ളിയിൽ കയറിയില്ല. അപ്പൊ ആരോ ചോദിച്ചെന്തേ പള്ളിയിൽ കയറാത്തത്? റസൂലുള്ള നിസ്കരിച്ചത് ഇവിടെ വെച്ചാണ്, പള്ളി ഉണ്ടാക്കിയത് അപ്പുറത്തായി പോയി. ഞാൻ റസൂലുള്ള നിസ്കരിച്ച അതേ സ്ഥലത്ത് നിസ്കരിക്കണമെന്ന താല്പര്യക്കാരനാണ്. ആ നിലക്ക് റസൂലുള്ളാഹിന്റെ ചലനങ്ങൾ വീക്ഷിച്ച് അത് ജീവിതത്തിൽ അതേപടി കൊണ്ടുവന്ന മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകാൻ നോക്കുമ്പോ ഏൽപ്പിക്കുകയാണ്, ഞാൻ മരിച്ചിട്ട് എന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ എന്റെ ഖബറിങ്കിൽ വെച്ച് സൂറത്തുൽ ബഖറ ഫാത്തിഹ ഖബരി ഫാത്തിഹത്തുൽ ബഖറ വഖവാതിമ സൂറത്തുൽ ബഖറ വഖാതിമത്തുൽ ബഖറ അൽ ബഖറ സൂറത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും എന്റെ ഖബറിങ്കിൽ വെച്ച് നിങ്ങൾ ഓതണേ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ സഹാബത്തിനെ പിന്തുടർന്നാൽ അല്ലാഹു പൊരുത്തപ്പെട്ടു എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ആ ഖബറിങ്കൽ പോയിട്ട് മുസ്ലിമീങ്ങൾ ഓതുന്നത്. സഹോദരന്മാരെ, ഇതുപോലെ നിങ്ങൾക്ക് കാണാം സൂറത്തുൽ ഫാത്തിഹയുടെ വലിയ മഹത്വമല്ലേ. മരിച്ച മയ്യിത്തിന് വേണ്ടി, മരിച്ച മയ്യിത്തിന്റെ ഗുണത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് മയ്യിത്ത് നിസ്കാരം. മയ്യിത്ത് നിസ്കാരം അത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന് പറയുന്ന കപടവിശ്വാസിയായ വ്യക്തി മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട വ്യക്തിയുടെ മകൻ നല്ല മുസ്ലിമായ മനുഷ്യനായിരുന്നു. ബാപ്പ മുനാഫിഖിന്റെ നേതാവാണ്. റസൂലുള്ളാഹിക്ക് എന്തുണ്ട് കുറ്റം എന്നിങ്ങനെ കണ്ടുപിടിക്കാൻ നടക്കുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്, കുറ്റം കണ്ടുപിടിക്കാറില്ല, പക്ഷേ കുറ്റമാണെന്ന ധാരണയിൽ പലതും പറഞ്ഞു നടക്കാറുണ്ട്. റസൂലുള്ളാഹിനെ പറ്റി ഒന്നും പറയാനില്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഭാര്യനെ പറ്റി വ്യഭിചാരാരോപണം പറഞ്ഞതും അവൻ തന്നെയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് എപ്പോഴും എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്, കേട്ടിട്ടില്ലേ നിങ്ങൾ ചരിത്രം? ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു വരികയാണ്. അങ്ങനെ വരുമ്പോ റസൂലുള്ള പറഞ്ഞു, ഇതാ മദീനയിൽ ഒരു മുനാഫിക്കിന്റെ ജീവൻ പോയിട്ടുണ്ട്. മദീനയിൽ മുനാഫിക്കിന്റെ ജീവൻ പോയിട്ടുണ്ട്. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ ആരാ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് പറയും. പള്ളിയിൽ നിസ്കരിക്കാനുണ്ടാവും, സക്കാത്ത് കൊടുക്കാനുണ്ടാവും, എല്ലാ പരിപാടിയിലും ഉണ്ടാവും, ചിലപ്പോ യുദ്ധത്തിനും കൂടെ ഉണ്ടാവും, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ വിശ്വാസമില്ല. ഇങ്ങനെയുള്ള ആളാണ്. അങ്ങനത്തെ ഒരു ചങ്ങാതിയുടെ മദീനയിൽ മരിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹ് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആളുകളെ മനസ്സിലുള്ളത് കാണാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിയുകയാണ്. അതും പറയുന്നത് ബനുസ്തലക്ക് യുദ്ധം കഴിഞ്ഞ് വഴിക്ക് വെച്ചാ പറയുന്ന അങ്ങകലെ മദീനയിൽ ഒരു മുനാഫിക്ക് ജീവൻ പോയിട്ടുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉൻദുറു ഐനാഖതി, എന്റെ ഒട്ടകത്തിനെ കാണുന്നില്ല, നിങ്ങളൊന്ന് തെരഞ്ഞു പിടിക്കണം. എന്റെ ഒട്ടകം കാണുന്നില്ല, നിങ്ങളൊന്ന് തെരഞ്ഞു പിടിക്കണം. അപ്പോൾ ഇതങ്ങ് പറഞ്ഞപ്പോ സഹാബത്ത് ഒട്ടകം തെരയാൻ പോവാണ്. അപ്പൊ ഈ മുനാഫിക്കിന്റെ നേതാവുണ്ടല്ലോ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്, അവന് തോന്നി നല്ല ചാൻസാ കിട്ടിയത്. മുഹമ്മദ് നബിയെ കുറിച്ചുള്ള വിശ്വാസം അനുയായികളിൽ തകർക്കാൻ നല്ല ചാൻസാണ് എനിക്ക് കിട്ടിയത്. ഉടനെ തന്നെ മൂപ്പര് ഇങ്ങനെ അവിടെ ഇവിടെയും പോയി കശവിക്കാൻ തുടങ്ങി. കിട്ടുന്ന സമയത്തൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി. എന്താ പ്രസംഗം? എന്താണ് പ്രസംഗം? പ്രസംഗത്തിൽ പറയുന്നത് ഇതാണ്, ഈ മനുഷ്യരെ പറ്റി നിങ്ങൾക്ക് അത്ഭുതല്ലേ? ആരെ പറ്റിയാ പറയുന്ന? റസൂലുള്ളാഹിനെ പറ്റിയാണ്. ഈ മനുഷ്യരെ പറ്റി നിങ്ങൾക്ക് അത്ഭുതല്ലേ? എന്താ അത്ഭുതം? അതെ, യുഖ്ബിറു ബിമൗതി റജുലിൻ ബിൽ മദീനത്തി, മദീനയിൽ ഒരാൾ മരിച്ചു എന്ന് ഇവിടുന്ന് അയാൾ പറയാണ്. വലാ യഅരിഫു അയ്ന നാഖതുഹു, അയാൾ ഒട്ടകം എവിടെയാ പോയെന്ന് അയാൾക്ക് പറയാൻ കഴിയുന്നില്ല. അയാൾ ഒട്ടകം എവിടെ പോയി എന്ന് അയാൾ അറിയുന്നില്ല. എന്നിട്ട് നമ്മളോട് പറയുന്നത് എന്റെ ഒട്ടകം തെരഞ്ഞു പിടിക്കണം. അതേ സമയത്ത് അയാൾ ഒരു മദീനത്ത് ഒരാൾ മരിച്ചിട്ടുണ്ട് എന്ന് ഇവിടുന്ന് പറയുന്നു. അയാൾക്ക് അങ്ങനെ ഒരു മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുമെങ്കിൽ സ്വന്തം ഒട്ടകം എവിടെയാ പോയെന്ന് പറയാൻ കഴിയണ്ടേ? ഒരു വിവരമില്ലാതെ വിവരവും നടിച്ച് നടക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുകയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ കപടവിശ്വാസിയായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഈ പ്രചരണം അഴിച്ചു വിട്ടപ്പോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തെറ്റിദ്ധാരണ ഉണ്ടാക്കുമ്പോൾ അത് തിരുത്താൻ വേണ്ടി യോഗം വിളിച്ചു കൂട്ടണം, വേണ്ടി വന്നാ പ്രസംഗിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തിനെ മുഴുവനും ഒരുമിച്ച് കൂട്ടി ആ സമ്മേളനത്തിൽ റസൂലുള്ളാഹി പ്രസംഗിക്കുകയാണ്. പ്രസംഗത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ബലഗനി അന്ന ബഅദൽ മുനാഫിഖീന ഖാല കൈത വകൈത, ചില കപട വിശ്വാസികൾ ഇങ്ങനെ പറഞ്ഞതായി എനിക്കറിയാൻ സാധിച്ചു.
എന്താ പറഞ്ഞത്? മദീനത്ത് നടക്കുന്ന വിവരം ഇവിടുന്ന് പറയുന്ന ഇയാള് സ്വന്തം ഒട്ടകം എവിടെയാ പോയെന്ന് പറയാൻ ഇയാൾക്ക് കഴിയുന്നില്ലല്ലോ. ഇയാൾക്ക് എന്ത് വിവരമാ എന്ന് ചില മുനാഫിക്കുകൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് ജനങ്ങളെ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ ഒട്ടകം ഇക്കാണുന്ന താഴ്വരയിൽ, ഈ പർവ്വതത്തിന്റെ അപ്പുറത്തുള്ള താഴ്വരയിൽ ഒരു മരത്തിന്റെ മേലെ കടിഞ്ഞാണ് കുടുങ്ങിയിട്ട് കിടക്കുന്നുണ്ട്. എന്റെ ഒട്ടകം ഈ പർവ്വതത്തിന്റെ അപ്പുറത്ത് താഴ്വരയില് ഒരു മരത്തിന്റെ മേലെ കടിഞ്ഞാണ് കുടുങ്ങിയിട്ട് കിടക്കുന്നുണ്ട്. ചെന്ന് നോക്ക്. ഞാൻ പറഞ്ഞതുപോലെ ഇല്ലേ? ചെന്ന് നോക്കുമ്പോ ഒട്ടകം അവിടെയുണ്ട്. പിന്നെ നേരത്തെ എന്താ പറയാതിരുന്നത്? നേരത്തെ പറയാതിരുന്നത് അനുയായികൾ റസൂലുള്ളാഹിന്റെ ഒട്ടകം തെരഞ്ഞു നോക്കാൻ പോയിട്ട് അതിന്റെ ഓരോ ചവിട്ടടിക്കും അനുയായികൾക്ക് പ്രതിഫലം കിട്ടണം. വെറുതല്ല കൂലി തരൂല, പണിയെടുക്കാതെ കൂലി തരൂല. അതിന് കൂലി അധികം കിട്ടണമെങ്കിൽ അതിന് അനുയായികൾ ഇങ്ങനെ തെരഞ്ഞു പോയിട്ട് കൂലി കിട്ടണം. അതുകൊണ്ട് ആ ഒരു പണി അവരെ ഏൽപ്പിച്ചതായിരുന്നു. പിന്നെ ഇപ്പോഴെന്തേ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് മനസ്സിലായപ്പോ കാര്യം തുറന്നങ്ങ് പറഞ്ഞു. അറിയാഞ്ഞിട്ടല്ല, പറയേണ്ടി വന്നാൽ പറയാൻ കഴിയും, അറിയേണ്ടി വന്നാൽ അറിയാൻ കഴിയും, പറയേണ്ടി വന്നാൽ പറയാൻ കഴിയും എന്ന് തെളിയിക്കുകയും വേണമല്ലോ. അതിനു വേണ്ടി തുറന്നങ്ങ് പറഞ്ഞു. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ആ മുനാഫിഖീങ്ങളുടെ നേതാവായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, ആ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും അതുപോലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിലും ആരോപണങ്ങൾ എവിടെ പറഞ്ഞുണ്ടാക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചു. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന് അതുകൊണ്ട് അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖുർആനിൽ വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നല്ലതുകൊണ്ട് കൽപ്പിക്കുന്നവരും ചീത്ത കൊണ്ട് വിരോധിക്കുന്നവരുമാണ് മുഅ്മിനീങ്ങൾ. നല്ല കാര്യമാണ് ദിക്ർ ചൊല്ലൽ, നല്ല കാര്യമാണ് ഖുർആൻ ഓതൽ, അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. എന്നാൽ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന് പറയുന്ന കപട വിശ്വാസി മരിച്ചപ്പോൾ മകൻ ഉറച്ച ദീനിന്റെ പ്രവർത്തകനാണ്, സഹാബിയാണ്. ആ സഹാബിയായ മകൻ വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ ബാപ്പക്കൊന്ന് നിസ്കരിച്ചു തരണം നബിയേ, എന്റെ ബാപ്പന്റെ മയ്യത്തൊന്ന് നിസ്കരിച്ചു തരണം നബിയേ, തങ്ങളെ കുപ്പായം ഒന്ന് തരണം. ബാപ്പനെ കഫൻ ചെയ്യുമ്പോ തങ്ങളെ കുപ്പായം കൊണ്ടൊന്ന് കഫൻ ചെയ്തിട്ട് എങ്ങനെങ്കിലും ബാപ്പ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ നന്നായിരുന്നു എന്ന നിലക്ക് മകന് മനസ്സിൽ വലിയ വേദനയുണ്ട്. ബാപ്പ റസൂലുള്ളാഹിനെ വിമർശിക്കുന്ന ആളായിപ്പോയല്ലോ, റസൂലുള്ളാഹിനെ ബഹുമാനിക്കാത്ത ആളായിപ്പോയല്ലോ. ആ വേദനയോടെ വന്നിട്ടാ പറയുന്നത്, തങ്ങളൊന്ന് നിസ്കരിച്ചു തരണം നബിയേ, തങ്ങളൊന്ന് വന്നിട്ട് പൊറുക്കലിനെ തേടണം നബിയേ. അല്ലാഹുവിന്റെ റസൂല് ആ മകന്റെ മനസ്സൊന്ന് സന്തോഷിപ്പിക്കലും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതുവരെ മുനാഫിഖിന് വേണ്ടി നിസ്കരിക്കാൻ പാടില്ലെന്ന ഓർഡർ ഉണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ ഓർഡർ വരുന്നതിന് മുമ്പ് നിയമം ഇല്ലല്ലോ. ഇസ്ലാമിൽ ഓരോ നിയമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കലാണല്ലോ. റസൂലുള്ളാഹിന്റെ കാലത്ത് ആദ്യം കള്ളു കുടിക്കരുതെന്ന് നിയമമില്ലായിരുന്നു. ആദ്യം അന്യപെണ്ണും അന്യപുരുഷനും തമ്മിൽ തൊടരുത് എന്ന് നിയമം ഇല്ലായിരുന്നു. ആദ്യം സ്ത്രീകൾക്ക് ഇഷ്ടം പോലെ ഇറങ്ങി നടക്കാമായിരുന്നു. ആദ്യം സ്ത്രീകൾ ഔറത്ത് മറച്ചില്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ആദ്യം ചില സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാറുണ്ടായിരുന്നു. ആദ്യം ചിലർ കള്ളു കുടിക്കാറുണ്ടായിരുന്നു. ആദ്യം അതുപോലെ പലിശ വിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പല സംഗതികളും ആദ്യത്തിൽ വിരോധമില്ല. പിന്നീട് ഓരോന്നോരോന്നായി വിരോധിച്ച് വന്നതാണല്ലോ. കള്ള് വിരോധിച്ചത് 3 ഘട്ടമായിട്ടാണ്. സ്ത്രീകളുടെ രംഗപ്രവേശം വിരോധിച്ചത് ഘട്ടം ഘട്ടമായിട്ടാണ്. സഹോദരന്മാരെ, അവസാനം ഇറങ്ങിയതാണ് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ
സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയേണ്ടവരാണ്. അത്യാവശ്യത്തിനല്ലാതെ സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. ഇതറിയിക്കുന്ന ആയത്ത് അവസാനത്തെ ഘട്ടത്തിൽ ഇറങ്ങിയതാണ്. ആദ്യം ശരീരം മറക്കണമെന്ന നിയമമാണ്. പിന്നീട് സ്ത്രീകൾ അവർ മറയുടെ പിന്നിൽ നിന്നല്ലാതെ അവരോട് ചോദിക്കരുതെന്ന നിയമമാണ്. അങ്ങനെ വന്നിട്ട് അവസാനത്തെ നിയമമാണ് സ്ത്രീകൾ പരമാവധി വീട്ടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിയേണ്ടവരാണ്. അത്യാവശ്യത്തിനല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. സഹോദരന്മാരെ, ഈ നിയമങ്ങൾ ഓരോ ഘട്ടം ഘട്ടമായി വന്നതാണ്. അതുകൊണ്ട് ഹദീസിന്റെ ചില ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ ചില സ്ത്രീകൾ പള്ളിയിൽ ജമാഅത്തിന് പോയതായി കാണാം. ആദ്യഘട്ടത്തിൽ അങ്ങനെ പോയ സംഭവങ്ങളുണ്ട്. അവസാനമാണ് വിരോധിച്ചത്. വിരോധം വന്നതിന് ശേഷം വിരോധം അറിഞ്ഞ സ്ത്രീകളൊന്നും പോയിട്ടില്ല. ഏതോ ഒന്നോ രണ്ടോ സ്ത്രീകൾ പള്ളിയിലേക്ക് പോയത് കണ്ടാൽ അത് നിങ്ങൾ മനസ്സിലാക്കണം, ആ സ്ത്രീകൾ ആ വിവരം അറിയാതെ പോയതാണ്. ആ വിവരം അറിയാതെ പോയതാണ്. അങ്ങനെ പോയ സ്ത്രീകളിൽ ഒരു സ്ത്രീയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആതിക ബീവി റളിയല്ലാഹു അൻഹാ. വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് സ്ത്രീകൾക്ക് ഖൈറ് എന്ന് പറയുന്ന ഹദീസ് മഹദി അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് സുബഹിക്കും ഇശാഇനും ഇന്നത്തതുപോലെ ലൈറ്റുള്ള കാലമല്ലല്ലോ, ഇരുട്ടുള്ള കാലമാണല്ലോ. ഒരു തിരിവിളക്കും കത്തിച്ച് ഞാനങ്ങ് പള്ളിയിൽ പോയാൽ ആരും സുബഹി ആയതുകൊണ്ട് കാണുകയില്ലല്ലോ, ഇശാഇനായാലും കാണുകയില്ലല്ലോ. ജുമുഅക്ക് ഞാൻ പോകുന്നില്ല, ളുഹ്റിനും ഞാൻ പോകുന്നില്ല, അസറിനും ഞാൻ പോകുന്നില്ല, മഗ്രിബിനും ഞാൻ പോകുന്നില്ല, ഇശാഇനും സുബഹിക്കും മാത്രം ഞാൻ പള്ളിയിൽ പോയാൽ ആരും അറിയില്ലല്ലോ എന്ന് മനസ്സിലാക്കി മഹദി പോകാൻ ഒരുങ്ങിയിരുന്നു. ആ ഒരുങ്ങിയ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഴിക്ക് വെച്ച് അടിച്ചിട്ട് ഭാര്യയെ വീട്ടിലേക്ക് തിരിച്ചയച്ചത് പള്ളിയിലേക്ക് പോകുമ്പോഴാണ്. അത് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വന്നിഹായ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, അപ്പെണ്ണും അറിഞ്ഞിരുന്നെങ്കിൽ പോകില്ലായിരുന്നു എന്നാ ഞാൻ പറഞ്ഞത്. അറിയാത്തത് കൊണ്ടാ പോയത്. അപ്പൊ സ്ത്രീകൾക്കുള്ള നിയമം ഘട്ടം ഘട്ടമായി വന്നതുപോലെ, സഹോദരന്മാരെ, കള്ളിന്റെ നിയമം ഘട്ടം ഘട്ടമായി വന്നതുപോലെ പല നിയമങ്ങളും ഘട്ടം ഘട്ടമായി വന്നതാണ്. ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ്, ഒരാൾ മുനാഫിഖാണെന്ന് ബോധ്യപ്പെട്ടാൽ, മുനാഫിഖാണെന്ന് ഉറച്ചാൽ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കരുത്. ലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. നബിയെ, ഈമാനില്ല എന്നത് ബോധ്യപ്പെട്ട ആളുകൾക്ക് ഒരിക്കലും നിസ്കരിക്കരുത് നബിയേ എന്ന ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പാണ് ഈ സംഭവം. ഓർഡർ വന്നിട്ടില്ല നിസ്കരിക്കരുത്. ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മകൻ വന്നിട്ട് ബാപ്പക്കൊന്ന് തങ്ങൾ വന്ന് നിസ്കരിച്ചു തരണം എന്ന് പറഞ്ഞു. നിസ്കരിക്കരുത് ഓർഡർ വന്നിട്ടില്ല. ആ സമയത്ത് വന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസിൽ കാണാം, ആ ബാപ്പക്ക് ധരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ കുപ്പായം അദ്ദേഹത്തിന് ധരിക്കാൻ വേണ്ടി കൊടുത്തു. അതിന്റെ പുറമെ അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. നിസ്കരിക്കാതെ നിന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കുപ്പായം ഇങ്ങോട്ട് പിടിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് പിന്നെ പറയുന്നത് എനിക്ക് എന്തൊരു ധൈര്യമാണെന്ന് തോന്നിയെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ മെല്ലെ കുപ്പായം പിടിച്ച് വെച്ചിട്ട് റസൂലുള്ളാഹിനെ വിളിച്ച്, നബിയേ, അദ്ദേഹം കപടവിശ്വാസിയല്ലേ, തങ്ങളോട് വന്നിട്ട് സങ്കടം പറയണം, തങ്ങൾ അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്താ ദോഷം പുറത്തിട്ടും, അതുകൊണ്ട് തങ്ങളോടൊന്ന് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി വരണം എന്ന് വിളിച്ചപ്പോ മുഹമ്മദിന് തലായത്താണെന്ന് എന്നെ കിട്ടൂല എന്ന് പറഞ്ഞ ആളല്ലേ, തങ്ങളോട് സങ്കടം പറയാത്ത ആളല്ലേ, തങ്ങളോട് വ്യവലാതി ബോധിപ്പിക്കാത്ത ആളല്ലേ, ദോഷം പുറത്തിട്ടാൻ വേണ്ടി തങ്ങളോട് പറയണം, അല്ലാഹുവിനോട് പറയാൻ എന്ന് പറയും. അങ്ങനത്തെ അധ്യസ്ഥരൊന്നും എനിക്ക് വേണ്ട, ഞാൻ ഡയറക്റ്റ് പറഞ്ഞോളും എന്ന് പറഞ്ഞ കിബറുള്ള ആളല്ലേ. ആ മനുഷ്യന് തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കാണോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ തസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. നബിയെ, തങ്ങൾ പൊറുക്കലിനെ ചോദിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ പുറത്തു കൊടുക്കൂല എന്നാ അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് എന്നോട് പൊറുക്കലിനെ ചോദിക്കരുത്, എന്നോട് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും പുറത്തു കൊടുക്കൂല എന്നേ പറഞ്ഞുള്ളൂ. എനിക്ക് പ്രാർത്ഥിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, പ്രാർത്ഥിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കരിച്ചു. സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. അങ്ങനെ അങ്ങ് നിസ്കരിച്ചു. ആ നിസ്കരിച്ച സംഭവത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തെളിവുദ്ധരിച്ചത് എന്താണ്? എന്റെ വിഷയം ഇവിടെയാ. ഇവിടെ റസൂലുള്ള തെളിവുദ്ധരിച്ചത് എന്താണ്? ഇൻ തസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും. ആ മരിച്ച മയ്യത്തിന് വേണ്ടി തങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യാം. രണ്ടായാലും പുറത്തു കൊടുക്കൂല
എന്ന് പറഞ്ഞ ആയത്താണ് നിസ്കാരത്തിന് തെളിവുദ്ധരിച്ചത്. ആര്? റസൂലുള്ള തെളിവുദ്ധരിച്ചത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ മയ്യിത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു മയ്യിത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അത് മയ്യിത്തിന്റെ ഗുണത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് മുസ്ലിമേ മയ്യിത്തിന് വേണ്ടി ഔദ്യോഗികമായി നടത്തുന്ന പ്രാർത്ഥന അല്ലാഹു തആല വെച്ചത് തന്നെ ഒന്നാമത്തെ തക്ബീറിന്റെ ശേഷം ഫാത്തിഹ ഓതിയിട്ട്, രണ്ടാമത്തെ തക്ബീറിന്റെ ശേഷം സലാത്തും ചൊല്ലിയിട്ട്, മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥനയാണ്. കാരണം മയ്യിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മയ്യിത്തിന്റെ ഗുണത്തിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതിയിട്ട് സലാത്തും ചൊല്ലി പ്രാർത്ഥിക്കണം. ഇത് ലോകത്തെ പഠിപ്പിക്കാനാണ് മയ്യിത്ത് നിസ്കാരം ഇന്നലെ കള്ള വെച്ചിട്ടുള്ളത്. അപ്പൊ മയ്യിത്തിന്റെ ഗുണത്തിന് വേണ്ടി ഖുർആൻ ഓതുന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവര് മനസ്സിലാക്കണം, മയ്യിത്ത് നിസ്കാരം തന്നെ അതിന്റെ തെളിവാണ്. മയ്യിത്ത് നിസ്കാരം തന്നെ ഫാത്തിഹ, മയ്യിത്തിന്റെ ഗുണത്തിന് വേണ്ടി ഫാത്തിഹ ഓതിയിട്ട് റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ട് മയ്യിത്തിന്റെ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏർപ്പാടിനാണ് മയ്യിത്ത് നിസ്കാരം എന്ന് പറയുന്നത് തന്നെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖബറിങ്കിൽ വെച്ച് ഖുർആൻ ഓതാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ. സഹാബത്ത് ഇത്തരം കാര്യങ്ങളിലാണ് ഇസ്ലാം ദീൻ മനസ്സിലാക്കുന്നത്. അവരതിൽ നിന്നാണ് ഖുർആൻ ഖബറിനെടുക്കലും മയ്യിത്തിനെടുക്കലും ഓതണമെന്ന് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള ധാരാളം തെളിവുകളിലൂടെയാണ്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്നത് സൂറത്തുൽ ഫാത്തിഹ അത് വലിയ പ്രാധാന്യമുള്ള സൂറത്താണ്. ഇതുപോലെ എന്റെ ഉമ്മമാരെ, നിങ്ങൾ സൂറത്ത് യാസീൻ ഓതാൻ വേണ്ടി ശ്രമിക്കണം. യാസീൻ സൂറത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു യാസീൻ ഓതിയാൽ 10 പ്രാവശ്യം ഖുർആൻ ഓതിയ പ്രതിഫലം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. യാസീൻ സൂറത്ത് എത്ര ഓതാൻ കഴിഞ്ഞോ അത്രയും നല്ലതാണ്. യാസീൻ സൂറത്ത് ഓതാൻ ശ്രമിക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിനെ സംബന്ധിച്ച് തഅദിൽ സുൽസുൽ ഖുർആൻ 3 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഖുർആൻ 30 മൂതിയ പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് കഴിയുമ്പോൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം ഓതാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ്. ഇരിക്കട്ടെ, അതുപോലെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കണം. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും വലിയ സംഗതിയായി പറഞ്ഞൊരു വിഷയം നിസ്കാരമാണ് കേട്ടോ. ഇപ്പോഴത് പറയാൻ ഇവിടെ സന്ദർഭമില്ല, അവിടെ ഞാൻ നീട്ടുന്നില്ല. ഒറ്റ കാര്യം പറയുകയാണ്, നിസ്കാരം ഫർദ് നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. സഹോദരിമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് മെൻസസ് ഉള്ള സമയത്ത് നിസ്കാരം നിർബന്ധമില്ല. ഭ്രാന്തന്മാർക്ക് ഭ്രാന്തുള്ള സമയത്ത് നിസ്കാരം നിർബന്ധമില്ല. അതുപോലെ ബോധക്ഷയമുള്ള സമയത്ത് നിസ്കാരം നിർബന്ധമില്ല. അതേ സമയത്ത് ബുദ്ധിയും ശുദ്ധിയുമുള്ളവർക്ക് നിസ്കാരം നിർബന്ധമാണ്. പ്രസവ രക്തമുള്ള സമയത്തും നിസ്കാരം നിർബന്ധമില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് 9 വയസ്സായാൽ മെൻസസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ 9 വയസ്സിന് 16 ദിവസത്തെക്കാൾ ചുരുങ്ങിയ ദിവസമേ ഇനി 9 വയസ്സ് പൂർത്തിയാകാനുള്ളൂ. ഒരു പെണ്ണിന് 9 വയസ്സ് തികയാൻ 16 കുറഞ്ഞ ദിവസമേ ഉള്ളൂ. ആ സമയത്ത് ആ സ്ത്രീ രക്തം കണ്ടാൽ അത് മെൻസസ് ആണെന്ന് മനസ്സിലാക്കണമെന്നാണ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത്. അവിടുന്ന് അങ്ങോട്ട് അവർക്ക് മെൻസസ് മരിക്കുന്നത് വരെയും ഉണ്ടാകാം. അതേസമയത്ത് ചില അധിക സ്ത്രീകൾക്കും പ്രായമാകുമ്പോൾ മെൻസസ് നിന്ന് പോകും. ഈ മെൻസസ് ഉള്ള സമയത്ത് നിസ്കാരം നിർബന്ധമില്ല. ഒരു പെണ്ണിന് മെൻസസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും ചുരുങ്ങിയ പീരീഡ് ഒരു ദിവസമാണ്, 24 മണിക്കൂറാണ്. സാധാരണ നിലക്ക് സ്ത്രീകൾക്കുണ്ടാകുന്ന മെൻസസിന്റെ പീരീഡ് ഒരു 6 or 7 ദിവസമാണ്. കൂടി വന്നാൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം 7 ദിവസം കാണുന്ന രക്തം മെൻസസായി പരിഗണിക്കേണ്ടതാണ്. 15 ദിവസം വരെ മെൻസസ് ഉണ്ടാകാവുന്നതാണ്. 15 ദിവസത്തിൽ കൂടുതൽ പിന്നെയും ഒരു സ്ത്രീ രക്തം കാണുന്നുണ്ടെങ്കിൽ അത് മെൻസസ് അല്ല, അത് രോഗസംബന്ധമായ രക്തമാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതിന് ചികിത്സിക്കേണ്ടതാണ്. ആ രക്തമുള്ള സമയത്ത് അവൾ നിസ്കരിക്കേണ്ടതാണ്, നോമ്പെടുക്കേണ്ടതാണ്. മെൻസസ് ആണെന്ന് വ്യക്തമായ സമയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മെൻസസ് ഒന്നുകിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം, കൂടിയാൽ 15 ദിവസം, സാധാരണ 6 or 7 ദിവസം. ഈ മെൻസസ് ഉള്ള സമയത്ത് നിസ്കാരം നിർബന്ധമില്ല. നോമ്പും ആ സമയത്ത് അവൾ എടുക്കാൻ പാടില്ല. പക്ഷേ നോമ്പ് അവൾ ഖളാ വീട്ടണം, നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ, ഒരു സ്ത്രീയെ തലാഖ് ചൊല്ലുക എന്നത് നല്ല ഏർപ്പാടല്ല. അനിവാര്യമായി വന്നാൽ തലാഖ് ചൊല്ലാതെ വെച്ചുകൂടിയാൽ പിന്നെ ഒരുപക്ഷെ അവൾ തൂങ്ങിച്ചാകലോ അല്ലെങ്കിൽ ഇവൻ തൂങ്ങിച്ചാകലോ ആയിരിക്കും അതിന്റെ ഫലം.